Hi, hello learners. Welcome to iPlus Training Solution. എല്ലാവർക്കും good evening. So ഇന്ന് നമ്മൾ അപ്കമിംഗ് UGC കമ്പ്യൂട്ടർ സയൻസിന്റെ ഡിസംബർ 2026 സൈക്കിളിന്റെ എക്സാം പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജീസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ. ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ലേണേഴ്സിനും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു UGC എക്സാമിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ വരുന്നത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് നമുക്ക് വേണ്ടത്. ഒരു PhD ഇപ്പൊ നിങ്ങൾക്ക് അറിയാം UGC നെറ്റ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന NTA 3 ലെവലിലുണ്ട്. ഒന്ന് നമുക്ക് PhD അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാവും, UGCക്ക് ട്രൈ ചെയ്യുന്നവരുണ്ടാവും. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഇപ്പം മോർ ഓർ ലെസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് UGC എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻസ് വേണം. സോ അങ്ങനത്തെ ഒരു എന്താ പറയാ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ഉണ്ടാവും. ദെൻ അനദർ വൺ എന്ന് പറഞ്ഞാൽ JRF ആണ്. ഇപ്പൊ നമ്മൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ചെയ്യുന്നവരോ ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഒന്നുകൂടെ സ്റ്റേബിൾ ആവുന്ന ഒരു ഏരിയ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ JRF. സോ അത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളുമായി വന്ന് നമ്മുടെ iPlusന്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പിംഗ് ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് ഒരു 2-3 ഇയേഴ്സിന്റെ ഒരു സ്ട്രാറ്റജീസ് ഇൻ ദ സെൻസ് ഏതൊക്കെ ഇമ്പോർട്ടൻസ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കൂടാതെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ജൂൺ 2026ന്റെ എക്സാമിന്റെ ഒരു ഓവറോൾ അനാലിസിസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഉണ്ടായിരുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദിച്ചത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെ ഇനിയിപ്പോ നമുക്കറിയാം ഇന്നിപ്പം ജൂലൈ ആയി. സോ ഈ ഒരു ഡിസംബർ വരെയുള്ള ഈ ഒരു ടൈം പീരീഡിൽ എങ്ങനെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം. കുറെ പേര് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, കുറെ പേര് നമ്മളെ കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും. സോ ഫോർ ഓൾ ദി ലേണേഴ്സ്, വെൽക്കം ടു iPlus. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു UGC നെറ്റ് എക്സാം നടത്തുന്നത് NTA ആണ്. ഈ ഒരു എക്സാമിന്റെ ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് JRFന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ. സോ ഇയർലി നിങ്ങൾക്ക് അറിയാം 6 മന്ത് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. സോ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഈ പെർസെന്റേജ് മാർക്ക്, ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് അറിയാം ഇത്ര പെർസെന്റേജ്. ഇപ്പൊ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ കാറ്റഗറീസിലും എത്ര പെർസെന്റേജ് പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഡബിൾ ഓഫ് ഇയേഴ്സ് ആണ് ഇത് എക്സാം നടത്തുന്നത്, ജൂൺ ആൻഡ് ഡിസംബർ. ആൻഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ, JRF, ഇപ്പൊ നമുക്ക് PhD കൂടെ ഈ ഒരു എക്സാമിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു കാര്യം പറയാം, നമുക്ക് ഈ നെറ്റിൻ്റെത് PhD ക്വാളിഫിക്കേഷൻ അല്ല. ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളായാലും അവരുടേതായിട്ടുള്ള എക്സാമുകൾ നടത്തുന്ന സിനാരിയോ ഉണ്ട്. ബട്ട് സ്റ്റിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് UGC നെറ്റിന്റെ PhD ക്വാളിഫിക്കേഷൻസ് ആണ് PhDക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സാം പാറ്റേൺ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്. സോ നമ്മൾ ഓൺലൈൻ എക്സാം ആണ്. സോ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആയിട്ട് പേപ്പർ 1ൽ നിങ്ങൾക്കറിയാം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പേപ്പർ 2ൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾ എക്സാം എത്ര പേര് റീസെന്റ് ആയിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്, സോ അവർക്ക് അറിയാം നമുക്ക് ഓരോരോ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോഴാണ് നമുക്ക് മാർക്കിലോട്ട് കൂടുതലായിട്ട്. ഇപ്പൊ നമ്മൾ UGC നെറ്റ് ആണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തതെങ്കിൽ കൂടുതലും നമുക്ക് പേപ്പർ 1ന്റെയും കൂടിയുള്ള പെർസെന്റേജ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. JRF നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പേപ്പർ 2ൽ നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ പേപ്പർ 1 പേപ്പർ 2 ചെറിയൊരു രീതിയിൽ ബാലൻസിങ് ആയതിനാൽ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ JRF നോക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പേപ്പർ 2ന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മുടെ കോർ സബ്ജക്റ്റിന്റെ. സോ ഈച്ച് വിൽ ബി ക്യാരീസ് 2 മാർക്സ് ആണ്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 100 + 200 മാർക്സ്, സോ ടോട്ടൽ 300 ആണ് എക്സാം നടക്കുന്നത്. സോ 3 അവേഴ്സിലാണ്. സോ മോസ്റ്റ്ലി ഈ ഒരു പേപ്പർ 1 ആൻഡ് പേപ്പർ 2യുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 66-34 ഈ ഒരു റേഞ്ചിലാണ് ജനറലി കാണാറ്. ഒരു ഓവറോൾ വെയിറ്റേജ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്കറിയാം ഈ ഒരു പേപ്പർ 1ൽ വരുന്ന സബ്ജക്റ്റുകളാണ്. ഇപ്പൊ ഒന്ന് ഓടിച്ചു പോവാം. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ. ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം പേപ്പർ 1ൽ കുറെ ചില ഏരിയാസ്, ഇപ്പൊ നിങ്ങൾ കോംപ്രിഹെൻഷൻ എടുത്താലും
ദെൻ ഒരു ബേസിക്കലി ഒരുവിധ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബേസിക് മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് ബാർഗ്രാഫ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ടേബിൾ വൈസ് വന്നിട്ടുള്ള ജനറലി ഈ ഒരു ഏരിയയിൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര പെർസെന്റേജ്, സപ്പോസ് എ ഉണ്ട് ബി ഉണ്ട്, എയുടെ എത്ര പെർസെന്റേജ് ആണ് ബി, അല്ലെങ്കിൽ എ ഉണ്ട് ബി ഉണ്ട്, എയുടെ എത്ര പെർസെന്റേജ് ബി ആവാം, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് എക്ക് കൊടുക്കുമ്പോൾ ബിക്ക് ഉണ്ടാവുന്ന ഇൻക്രിമെന്റ്, ഈ രീതിയിലുള്ള ടൈപ്പ് ഒക്കെയാണ് നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാറുള്ളത്. ഓൾറെഡി നമ്മുടെ പേപ്പർ 1 ആ ഒരു കോഴ്സ് മൂവ് ഓൺ ആണ്. ആൻഡ് ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഇൻഫർമേഷൻ, ICT എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പേപ്പർ 1 പഠിക്കുന്ന ICTയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് പേപ്പർ 2 ഒരു സബ്ജക്റ്റിൽ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മെമ്മറിനെ കുറിച്ചിട്ടും ദെൻ അതിന്റെ ഹയറാർക്കീസും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ 2 യൂണിറ്റുകൾ നിങ്ങൾക്കൊന്ന് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ദെൻ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ദെൻ ഹയർ എഡ്യൂക്കേഷൻ, ഈ ഒരു ഏരിയാസ് ആണ് നമ്മൾ കുറച്ച് ഹയർ എഡ്യൂക്കേഷനിലൊക്കെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. സോ ജസ്റ്റ് ഒരു പേപ്പർ 1 ഒരു ഓൾ ഇൻ ഓൾ ഒരു അനാലിസിസ് ആണ്. പേപ്പർ 2 വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു പേപ്പർ 1 നമ്മൾ ICTയുടെ കുറച്ച് പോർഷൻസ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഇച്ചിരി ഈസി ആയിരിക്കും. Then the first module എന്ന് പറയുന്നത് discrete mathematics, then computer organization, then we are having data structures and algorithm, DBMS. So ഏറ്റവും കോർ വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 1 ഡാറ്റാ സ്ട്രക്ചർ ആണ്, 2 ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ നമുക്ക് കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും, ദെൻ ഈ ഒരു പ്രോഗ്രാം TOC എന്നൊക്കെ അത്ര ഇല്ലെങ്കിലും പിന്നെ CN ആണ്. അപ്പൊ ജനറലി ഇത് എന്താ പറയാ, ഓരോ എക്സാമിനും ഈ ഒരു സൈക്കിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ കോർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് അത് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ അനാലിസിസിലോട്ട് പോവാം. Then we are having software engineering, AI, TOC and computer. So ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു ബേസിക് ഐഡിയ ഉള്ളവരാണെങ്കിൽ ഇവിടുന്നൊക്കെ നമുക്ക് മോസ്റ്റ്ലി ഒക്കെ ഔട്ട്പുട്ടിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും പിന്നെ ചില സിൻഡാക്ടിക്കൽ ആയിട്ടുള്ളത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ യൂണിറ്റിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂള് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്കമിങ് സ്ലൈഡ്സിൽ നമുക്ക് കാണാം. സോ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കാറ്റഗറീസും ഇമ്പോർട്ടന്റ് ആണ്. സോ ബേസിക്കലി കാറ്റഗറീസ് 3 രീതിയിലാണ്. ഒന്ന് ജനറൽ അല്ലെങ്കിൽ EWS ഇങ്ങനെയുള്ളവരാണെങ്കിൽ, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ മോസ്റ്റ്ലി ഒരു മിനിമം കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 40% ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ബാലൻസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു കട്ട് ഓഫിലോട്ട് എത്തുന്നത്. ദെൻ OBC ആണെങ്കിൽ പേപ്പർ 1 35 ഈ രീതിയിലാണ്. കാരണം നമുക്കറിയാലോ കാറ്റഗറി വൈസിൽ നമുക്ക് കട്ട് ഓഫ് ഉണ്ട്. സോ ആ ഒരു കട്ട് ഓഫ് ഓരോ പേപ്പർ 1 പേപ്പർ 2 മിനിമം നിങ്ങൾ എത്ര ക്യാരി ഔട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് SC/ST എന്ന് പറയുമ്പോൾ ഇപ്പൊ 35 ഇത് നമ്മുടെ ഒരു ആവറേജ് ഒരു ഐഡിയ ആണ്. ബട്ട് മോസ്റ്റ്ലി നമുക്ക് കട്ട് ഓഫ് പൊതുവെ ഈ ഒരു കാറ്റഗറിക്ക് കുറഞ്ഞിട്ടാണ് വരാറ്. സോ അക്കോർഡിംഗ്ലി ബേസിക്കലി ഈ ഒരു UGC നെറ്റ് എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ സെൻസ് മേ ബി നിങ്ങളുടെ MSc കാൻഡിഡേറ്റ്സ് ആവാം, അല്ലെങ്കിൽ MCA ഓർ MTech. ഇതാണ് നമ്മൾ 3 മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓർ വിത്ത് റിലേറ്റഡ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ആൻഡ് ദ മിനിമം മാർക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓരോരോ കട്ട് ഓഫ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫൈനൽ ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സിലുള്ള ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. Then there must be some, if you are completing with a required mark within the 2 years, ആ ഒരു റിസൾട്ടിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇനി 4-year ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ the candidate with 4-year undergraduate degree and the 75 marks are eligible for JRF and PhD admissions only. Okay. സോ ഇനി ഏജ് ലിമിറ്റിലോട്ട് വരുവാണെങ്കിൽ JRF ആണെങ്കിൽ ജനറൽ ഓർ EWS ഏജ് ലിമിറ്റ് മാക്സിമം 30 years as per the exam date. ആൻഡ് റിലാക്സേഷൻ കാറ്റഗറീസ് എന്ന് പറയുന്നത് അപ് ടു 5 years ആണ്, അതായത് അപ് ടു 35 years ഫോർ OBC, NCL, SC/ST, PW, ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതർ വിമൻ കാറ്റഗറീസ്. ആൻഡ് മറ്റ് LLM ആണ് ഇപ്പൊ പഠിക്കുന്നവരാണെങ്കിൽ 3 years ഫോർ LLM ഡിഗ്രി ഹോൾഡേഴ്സ് ആൻഡ് അപ് ടു 5 years ഫോർ റിസർച്ച് എക്സ്പീരിയൻസ് ഓർ ആംഡ് ഫോഴ്സ് പേഴ്സണൽസ്. സോ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് നമുക്ക് ഒരു അത് ക്ലാരിഫൈ ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഇല്ല. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനിലോട്ട് വരികയാണ്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം ഒരു 6 month പാക്കേജ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് മന്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് വി ഹാവ് ടു സോൾവ് ദി PYQ ഫ്രം ദി ലാസ്റ്റ് 5. ഇപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടുള്ള എന്റെ ഒരു ബേസിക് സജഷൻ എന്ന് പറയുന്നത് മിനിമം ഒരു 5 year 3 to 5 yearന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണം. ഫോണിലോ ലാപ്പിലോ അല്ല, പ്രിന്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ആ ഒരു കണക്ഷൻ വരുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള നിങ്ങളെ ഒരു ഐഡിയ കിട്ടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനാണ് പറ്റുന്നത്. സോ ഇവിടെയാണ് ഈ ഒരു ഫസ്റ്റ് മന്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് റിസർച്ച് നമ്മുടെ ഈ ഒരു സിലബസുകളെല്ലാം ഇപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് 2 മന്തിൽ തന്നെ നമ്മൾ ഈ സിലബസുകളെല്ലാം കവർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് മന്തിലോട്ട് കടക്കുന്ന സമയത്ത് ബിൽഡ് എ ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ്. സോ ഫസ്റ്റ് 2-3 മന്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 മന്തോളം നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു, നമ്മൾ സിലബസ് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തു. ദെൻ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. ദെൻ തേർഡ് മന്ത് നിങ്ങൾക്കറിയാം ഓരോ യൂണിറ്റ് എടുക്കുകയാണെങ്കിലും എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ഒരു കേസ് അല്ല ഇപ്പൊ വരുന്നത്. ഓരോ മൊഡ്യൂളിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ യൂണിറ്റിലും 5-6 മൊഡ്യൂൾ ഉണ്ടാവും. ആ ഓരോ മൊഡ്യൂളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അപ്പം റെഗുലർ ആയിട്ട് നിങ്ങൾ ഒരു 3 years ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ്. ഇപ്പൊ ലാസ്റ്റ് ഇയർ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ഏരിയയിൽ ചോദിച്ചു. അപ്പൊ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയാണ്. കൂടുതലായിട്ടും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങളെ നോട്ട് പ്രിപ്പറേഷന്റെ കൂടിയും നിങ്ങളെ പഠിക്കുന്നതിന്റെ കൂടിയും പാരലലി ഈ ഒരു PYQ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇപ്പൊ നമ്മളൊരു 3rd 4th ഈ ഒരു മന്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കുറെ പഠിച്ചു കഴിഞ്ഞു, 2-3 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് ആൻഡ് ടൈം ടേബിൾ ആണ്. സോ ഇപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കോർ സബ്ജക്ട് ആദ്യമേ ഒന്ന് പഠിച്ചു വെക്കില്ലേ. അപ്പൊ റിവിഷൻ ടൈമിൽ എന്താ വരിക, നമ്മളിപ്പോ ഒരു 10 ദിവസം ഇത്ര ഒരു മൊഡ്യൂളാണ്, 10 ദിവസം ഒരു യൂണിറ്റ് ആണ്, 10 ദിവസം ഒരു യൂണിറ്റ്. കാരണം നിങ്ങൾ ഒരു യൂണിറ്റിന് 5 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ചുരുക്കി 2 ദിവസം കൊണ്ട് ഒരു യൂണിറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ കാപ്പബിലിറ്റി വളർത്തുകയാണ്. അപ്പം മാക്സിമം ഏത് മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിലും ഏത് യൂണിറ്റ് പഠിക്കുകയാണെങ്കിലും റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഏരിയയിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് പഠിക്കുക. കൂടാതെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഏരിയയിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നും കൂടി നിങ്ങൾ അറിയണം. കാരണം നമ്മളിപ്പോ ഒരു കാര്യം, ഞാനിപ്പോ ഒരു ടോപ്പിക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലെ ഒരു ടോപ്പിക് ഞാൻ എടുത്തെന്ന് കരുതുക. സോ ആ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ ഞാനിപ്പം IP അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ മെജോറിറ്റി ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്. IP അഡ്രസ്സിന്റെ ആയിക്കോട്ടെ, സബ്നെറ്റിന്റെ ആയിക്കോട്ടെ, ഫസ്റ്റ് അഡ്രസ് എന്താണ്, ഏത് ക്ലാസ്സിൽ ഇത് പെടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ജനറലി പറഞ്ഞു കേൾക്കുന്ന ഒരു ഫീഡ്ബാക്ക് തന്നെ ഞങ്ങൾ ഇത്രയൊക്കെ പഠിച്ചു, പക്ഷെ ചോദിക്കുന്നത് വേറൊരു രീതിയിലാണ്. ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ചതിന്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ എടുക്കുന്ന ആ ഒരു ലാഗിങ് കൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൂടി കൂടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതൊരു ഇന്ററാക്റ്റീവ് ആയി നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ദെൻ ലാസ്റ്റ് 4 to 5 month എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ 10 ദിവസം നിങ്ങൾ എടുത്ത ഒരു കാര്യം നിങ്ങൾ അത് റിവിഷൻ ഫേസിലോട്ട് എത്തുന്ന സമയത്ത് മേ ബി 1-2 ദിവസങ്ങൾ കൊണ്ട് ഒരു യൂണിറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വരും. അപ്പൊ മാക്സിമം ഒരു ലാസ്റ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ നോട്ട്സ് ലാസ്റ്റിലേക്കൊന്നും നിങ്ങളെ നോട്ട് വിട്ട് ഒരുപാട് വാസ്റ്റ് ആയിട്ട് നോക്കാനുള്ള ടൈം എടുക്കും. കാരണം എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നോട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇന്ന ബുക്കിൽ ആ പോർഷനിൽ ഇന്ന സൈഡിൽ എഴുതി വെച്ചെന്നുള്ള ഒരു ഓർമ്മയുണ്ടാവും. നമുക്ക് ജനറലി നമ്മൾ ഫീഡ്ബാക്ക് കേട്ടിട്ടുള്ളതാണ്, അവിടെ എഴുതി വെച്ചതായിട്ട് ഓർമ്മയുണ്ടാവും, പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് അത് മറന്നു. പക്ഷെ അത് അങ്ങനെയല്ല, നിങ്ങളെ നോട്ട്സിൽ നിങ്ങൾ കൂടുതലായിട്ട് എത്രത്തോളം റെഫർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എങ്ങനെയായിരുന്നു എഴുതിയെന്നുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാതിരിക്കല്ല. കൂടുതലായിട്ടും വീക്കിലി ടെസ്റ്റുകൾ എടുക്കണം, മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സോ മന്ത്ലി ഉള്ള മോക്ക് ടെസ്റ്റിൽ എത്തുന്നതിന് മുന്നേ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നോക്കണം. നിങ്ങൾ ഒരു ടോപ്പിക് ഇന്ന് പഠിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്കിൽ വരുന്ന ഒരു 10-20 ക്വസ്റ്റ്യനെങ്കിലും ഡെയിലി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ടൈം കൂടി നിങ്ങൾ കണ്ടെത്തണം. സോ ദിസ് ജസ്റ്റ് എ സ്ട്രാറ്റജി ആണ് നമ്മൾ പറയുന്നത്. സോ ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് കോർ ടോപ്പിക്സ് ആയിട്ടുള്ള, ഞാൻ പറയുന്ന സമയത്ത് കോർ ടോപ്പിക് ആയിട്ടുള്ള DS ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം, OS, DBMS ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ
പിന്നെ നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഈ സബ്ജക്റ്റിൽ എപ്പോഴും നമ്മൾ കുറെ കൺസെപ്റ്റുകളൊക്കെ മറന്നു പോകുന്നതാണ്. അപ്പൊ അൽഗോരിതം എടുത്താണെങ്കിലും ടൈം കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ കാണുന്ന രീതിയിൽ എപ്പോഴും നമ്മളൊരു വാളിലൊക്കെ നിങ്ങൾ സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ എഴുതി വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും കാണുന്ന സാധനം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ നിങ്ങൾ നിൽക്കും. അപ്പൊ ബേസിക്കലി പേപ്പർ 1ന്റെ ബേസിക് ആയിട്ടുള്ള 4 പേപ്പേഴ്സ് എന്ന് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ആ ഒരു 1-2 മന്തിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യം. ദെൻ 3-4 മന്ത് ആണെങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ചും കൂടി വിട്ടിട്ട് എന്നാലും മറക്കത്തില്ല എന്നുള്ള ഒരു ടോപ്പിക്കുകളാണ്. ഒന്ന് AI, ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് TOC. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അതിൽ തന്നെ ഒരു 5-10 മോഡലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജനറലി ചോദിക്കുന്നത് ആ മോഡലിന്റെ സീക്വൻസസ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ സിലബസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കൊക്കോമോ മോഡലിനാണ് നമുക്ക് പൊതുവെ ചോദിക്കാറുള്ളത്. കൊക്കോമോ മോഡലിൽ ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. ആ ഡിഫറെന്റ് ടൈപ്പിന് ആൽഫ ബീറ്റ എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ഏരിയ ആണ് ജനറലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ചോദിക്കാനുള്ളത്. പിന്നെ ഒരെണ്ണം പറയുന്നത് TOC ആണ്. TOCയിൽ നിങ്ങൾക്ക് അറിയാം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ചോംസ്കി ഹൈറാർക്കി. പിന്നെ അതിനകത്ത് തന്നെ കമ്പൈലർ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അവിടെ തന്നെ കമ്പൈലറിന്റെ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പിലും വരുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് വളരെ ഈസി ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾ ഒരു സീക്വൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓരോരോ സെഷൻസും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് അതാണ് എനിക്ക് പ്രിഫർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ ഒരു പ്രിന്റ് നോട്ട്സ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ കൂടി പാരലലി നിങ്ങൾക്ക് ആ ഒരു ഏരിയ മനസ്സിലായത് എന്താണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ പ്രാക്ടീസ് ചെയ്യുക. ഓരോ വർഷവും NTA ക്വസ്റ്റ്യൻ പാറ്റേൺ സ്റ്റൈല് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് വർഷം വിട്ട് അതിന് മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ കൂടുതലും അസേർഷൻ റീസണിങ് ആണ്. ഇപ്പൊ നിങ്ങളൊരു ഡിസംബർ 2025 എക്സാം ആക്ച്വലി നടന്നത് ജനുവരിയിലായിരുന്നു. ആ എഴുതിയ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് കൂടുതലും എല്ലാ യൂണിറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പൊ 10 യൂണിറ്റ്സ് ആയിക്കോട്ടെ, കൂടുതലും അവർ ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പാറ്റേൺ അസേർഷൻ ആൻഡ് റീസണിങ് ആണ്. അപ്പൊ നമ്മൾ ജനറലി അത് കൺസിഡർ ചെയ്യുന്ന ഒരു റെയർ പാറ്റേൺ ആയിട്ടാണ്. കാരണം ഇയർലി ഒരു 3-4-5 ടൈപ്പ് ആണ് ആ ഒരു പാറ്റേണിൽ ചോദിക്കാറ് ഓരോ യൂണിറ്റിൽ നിന്ന്. പക്ഷെ സ്റ്റിൽ ചില ടൈമിൽ നമുക്ക് അത് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഒരു റീസൺ ഉണ്ടാവും. അപ്പൊ ചില ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷൻ തെറ്റാണ്, റീസൺ കറക്റ്റ് ആയിരുന്നു. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷൻ ഈ റീസൺ കറക്റ്റ് ആണ്, അസേർഷൻ കറക്റ്റ് ആണ്, ബട്ട് ഈ ഒരു തന്നിരിക്കുന്ന റീസൺ അസേർഷന്റെ അല്ല. ഈ രീതിയിൽ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ മുമ്പത്തെ എക്സാമുകൾ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടാവും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ഒന്ന് വലയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും. അപ്പൊ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൂടുതൽ ടൈം കളയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവര് പറഞ്ഞത് ഇതാണ്, ടൈം അത്രയും കിട്ടിയിരുന്നില്ല എന്നാണ്. ഓരോ ക്വസ്റ്റ്യൻ പാറ്റേണിലും നമ്മൾ നമ്മളെ കാപ്പബിൾ ആക്കി വെക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദെൻ ഓരോ ടോപ്പിന്റെയും വെയിറ്റേജ് ആണ് നിങ്ങൾക്കറിയാം. പ്രൈമറി അൽഗോരിതവും ഡാറ്റ സ്ട്രക്ചേഴ്സും 20-22% ആണ് നമ്മൾ വെയിറ്റേജ് വരുന്നത്. OS ആണെങ്കിൽ 15-18 ആൻഡ് കമ്മിങ് ബാക്ക് ടു DBMS ഇറ്റ്സ് ലൈക്ക് 18-20% ആണ്. സോ മോർ ഓവർ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യണം, പക്ഷെ കൂടെ നിങ്ങൾ പേപ്പർ 1 ബാലൻസ് ചെയ്ത് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു 40 ഞാൻ പറഞ്ഞു. സോ ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ ടൂൾ എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ആണ്. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് മോഡലിന്റെ സ്റ്റെപ്സുകൾ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. വളരെ ചുരുക്കം മേ ബി ഇപ്പൊ നമ്മളിപ്പോ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് കളക്ഷൻ ആയിക്കോട്ടെ, അവിടെ അങ്ങോട്ട് വരുന്ന മോർ ഓർലെസ് പോർഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു നിങ്ങളൊരു മൈൻഡ് മാപ്പ് ആണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയാലും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആയാലും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ 2026 എക്സാമിന്റെ ആണ്. ജൂൺ 2026 നമ്മുടെ NTA കൂടുതലായിട്ട് എക്സാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. എത്ര പേര് ലാസ്റ്റിലെ എക്സാം എഴുതിയിരുന്നു? ഈ ഒരു ജൂൺ 2026 എക്സാം
നമ്മൾ ജോയിൻ ചെയ്തവര് എത്ര പേര് എഴുതിയിരുന്നു? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ജൂൺ 2026 എക്സാം എത്ര പേര് എഴുതിയായിരുന്നു? Can I get one hand raise or thumbs up? Yes. സോ ഈ ഒരു എക്സാമിൽ എന്താ പറയാ, നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വെയിറ്റേജ് ഉള്ള മൊഡ്യൂളുകൾ അല്ലെങ്കിൽ യൂണിറ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ കൂടുതലും ക്വസ്റ്റ്യൻസ് എഴുതിയുള്ളവരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ ക്രോണോളജി ഓർ സീക്വൻസ്, ഈ ക്രോണോളജി ഓർ സീക്വൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ റിസർച്ച് ടൈപ്പ് ആണ്. So chronology and sequence questions are appear frequently. ഇത് കൂടാതെ തന്നെ കുറച്ച് അസേർഷൻ ലാസ്റ്റിന് തൊട്ടുമുമ്പത്തെ ടൈമിൽ കൂടുതലും അസേർട്ടീവ് റീസണിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത്തവണ NTA ഒന്ന് എന്താ പറയാ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് കൂടുതലായിട്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ഞാൻ പറഞ്ഞ കേട്ടിടത്തോളം കഴിഞ്ഞ തവണത്തേനേക്കാൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈ ഒരു ജൂൺ 2026 എളുപ്പമായിരുന്നു എന്നായിരുന്നു. നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഐ മീൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുമോ? എഴുതിയിട്ടുണ്ടോ ഇതിനകത്ത് ഒരു ജോയിൻ ചെയ്ത നമ്മുടെ സെഷനിൽ? എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ് ആയിരുന്നു, ഈസി ആയിരുന്നു, ടഫ് ആയിരുന്നു? എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാമോ? ഒന്ന് പറയാമോ? നമ്മുടെ ചാറ്റില് എങ്ങനെ ഉണ്ടായിരുന്നു? എഴുതിയവര് ജൂൺ 2026 എക്സാം നമ്മുടെ ജനുവരി 2026 എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറയാമോ? നമ്മുടെ ഗ്രൂപ്പില് നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോഴാണ് ലൈവ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഒളിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 2026 എക്സാം? ഈസി ആയിരുന്നു, മോഡറേറ്റ് ആയിരുന്നു? ആ ഒരു ആൻസർ എനിക്ക് കിട്ടാമോ? ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ? നിങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം എഴുതുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എന്താണ് കീപ്പ് ഓൺ ട്രൈയിങ് ആണ് ആക്ച്വലി ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പൊ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ട്രാക്കിൽ ആവാൻ പറ്റുന്ന ഒരു ടൈം എല്ലാവർക്കും ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ജൂൺ 2026 എക്സാം? സി മോഡറേറ്റ് അങ്ങനെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് ഒരു സജഷൻ, ഒരു ഫീഡ്ബാക്ക് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജൂൺ 2026? Can I get any opinion? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ചാറ്റി പറഞ്ഞാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം? സുപ്രിയ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഹാൻഡ്രൈസി കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു സുപ്രിയ? മോഡറേറ്റ് ആയിരുന്നു അല്ലേ? അതാണ് നമ്മളും എഴുതിയിട്ടുണ്ടായിരുന്ന ലേണേഴ്സ് ഫ്രണ്ട്സിന് ഇരുന്ന് കിട്ടിയിരിക്കുന്നത്. മോഡറേറ്റ് കുറെ പേർക്ക് ഉണ്ടായിരുന്നു, കുറെ പേര് 3-4 തവണയ്ക്ക് എഴുതിയവരാണെങ്കിൽ ആ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവില്ല കമ്പാരിറ്റീവ്. കാരണം മേ ബി ഈസി അവർ പറയാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഈ മാച്ച് ദ ഫോളോയിങ് അല്ലേ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ചിലപ്പം നമ്മൾ കണ്ട കുറെ ലിസ്റ്റ് വണ്ടി കാണും. ആ ഒരു ഇതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു 2026 എക്സാം കഴിഞ്ഞ എക്സാം ഫോക്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മാച്ച് ദ ഫോളോയിങ്, ഒന്ന് ക്രോണോളജി ഓർ സീക്വൻസ്. സോ സീക്വൻസ് ടൈപ്പ് എന്ന് പറയുന്ന ഇതാണ്, നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഒരു സീക്വൻസ് ടൈപ്പിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കഥ പോലെ അത് പഠിച്ചിരിക്കുക. നമ്മൾ ആദ്യം ഇത് ചെയ്യും. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് പറയാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒബ്വിയസ്ലി നമ്മൾ യൂസറിൽ നിന്ന് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യണം. ആ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ അതിനെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഏതൊക്കെ അത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിന് ഡെവലപ്പ് ചെയ്ത് അടുത്ത യൂസർ ആ രീതിയിൽ അത് മൂവ് ഓൺ ചെയ്യും. അപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റിൽ അനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടോ ഒരു എന്താ ഒരു കഥയായിട്ട് അത് പഠിക്കാനാണ് ഈ സീക്വൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മോർലെസ് ഈ സീക്വൻസ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓപ്ഷൻ ആണ് നോക്കേണ്ടത്. ചിലതില് 1-2 സ്റ്റെപ്പിന്റെ ഒരു ആൾട്രേഷൻ മാത്രമുള്ള ബാക്കിയെല്ലാം സ്റ്റെപ്സ് അതേപോലെ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആൻഡ് ദർ ആർ സം ടിക്കറ്റ് വേർഡിംഗ് അതർവൈസ് സിമ്പിൾ. സോ ഇറ്റ്സ് ലൈക്ക് ഓവറോൾ മോഡറേറ്റ് ഈസി ടൈപ്പ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫീഡ്ബാക്ക്. അത് NTA ഫോക്കസ്ഡ് ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ യെസ്, സോ ഒരു ഏരിയയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ആണ്. കാരണം നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ല. ഡയറക്റ്റ് ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് ചോദിച്ചിരുന്നത്. ഒരു
70 അറൌണ്ട് തിയററ്റിക്കൽ, ഒരു 30 അറൌണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അക്കോർഡിംഗ് ടു ദെയർ ഫീഡ്ബാക്ക് പറഞ്ഞു ഈസിയർ ദാൻ ഡിസംബർ 2025 ആയിരുന്നു. 2025 മീൻസ് നമ്മുടെ എക്സാം നടന്നത് ജനുവരി 2026 ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്, നമ്മള് ഈ ലാസ്റ്റ് ബാച്ചിലെ കുട്ടികൾ പറഞ്ഞു കേട്ടിരുന്നത് കൂടുതലും എന്താ പറയാ PIQ ആയിട്ടാണ്. PIQ നല്ല ഒരു എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനും നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന പറഞ്ഞാല് അടുത്ത പ്രാവശ്യം മേ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെങ്കിലും വരാം. ഒരു ഗ്യാപ്പിന്റെ ഇട്ടിട്ടെങ്കിലും അടുത്ത ഇയറിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും റിപ്പീറ്റഡ് മോർലെസ് കണ്ടു വരുന്നതാണ്. നേരിട്ട് അതേ ടൈപ്പ് അല്ലെങ്കിൽ അതിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ക്വസ്റ്റ്യന്റെ ട്രെൻഡ് മനസ്സിലാക്കണം. സോ അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് UGC നെറ്റ് നമ്മളിപ്പോ നടന്ന എക്സാമിന്റെ ചോദിച്ചു കണ്ടിരിക്കുന്ന ഏരിയാസ് ആണ്. എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയാസ് ചോദിച്ചതായിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ടാവും. സോ അത് നമുക്ക് റീകളക്ട് ചെയ്യാം. സോ യൂണിറ്റ് 1 എന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഏരിയ ചോദിച്ചിരിക്കുന്നത് ബൂളിയൻ ആൽജിബ്ര, പ്രെഡിക്കേറ്റ് ലോജിക്സ്, ക്വാണ്ടിഫയേഴ്സ്. എപ്പോഴും ഈ ഒരു ഏരിയ നമ്മുടെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രൊപ്പോസിഷൻസും കാര്യങ്ങളും. പിന്നെ സെറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്താ പറയാ ഇക്വലന്റ് റിലേഷൻ ആണ്. സോ സെറ്റിന്റെ ഏരിയ എനിക്ക് തോന്നുന്നു ബേസിക്കലി നമുക്ക് കുറച്ച് സ്റ്റേബിൾ ആയ കുറച്ച് പോർഷൻസ് ആണ് ഈ സെറ്റ്. ദെൻ ചില രീതിയിലുള്ള ഗ്രൂപ്പ് തിയറിയിലൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഗ്രാഫ് തിയറിയിൽ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് വരുന്നുണ്ട്, ആ ഗ്രാഫ്സിന്റെ എന്താ പറയാ ഫീച്ചേഴ്സ് എങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ചില ഗ്രാഫ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ഉണ്ട്. ദെൻ കളറിംഗ് ഗ്രാഫ്, കളറിംഗിൽ വരുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ അവിടുത്തെ അപ്രോക്സിമേറ്റ്ലി ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇതിന് ചോദിച്ചതായിട്ട് ഇരിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു സെക്കൻഡ് യൂണിറ്റ് ബൂളിയൻ ആൽജിബ്ര, കെ മാപ്പ്, SOP, POS. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു കെ മാപ്പിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെ മാപ്പിൽ നിന്ന് 3 വേരിയബിളിന്റെയും 4 വേരിയബിളിന്റെയും കെ മാപ്പ് ഉണ്ട്. SOP ഓർ POSലെ ക്വസ്റ്റ്യൻസ് ജനറലി ചോദിച്ച് കാണുന്നതാണ്. ഒരു കെ മാപ്പ് നമ്മൾ വരയ്ക്കും, എങ്ങനെ നമ്മൾ അതിനെ എന്താ പറയാ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ മാച്ചിങ് ചെയ്യുന്നത്, ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഇപ്പം 8 ഫസ്റ്റ് ഗ്രൂപ്പിംഗ്, 4 2 ഈ രീതിയിലാണ് നമ്മുടെ ഗ്രൂപ്പിംഗ് പോകുന്നത്. ദെൻ കമ്മിങ് ബാക്ക് ടു ആർക്കിടെക്ചർ, ഇതാണ് ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്ലക്സസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, രജിസ്റ്റർ ആൻഡ് അഡ്രസ്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ കുറെ ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾ ICT പോർഷൻസിൽ പഠിക്കും പേപ്പർ 1. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത്. Then coming back to the third unit, we are having programming and data structures. അവിടെ C++ ആണ് ഞാൻ ചോദിച്ചത്. കൺസ്ട്രക്ടേഴ്സ്, ലൂപ്പിനെ കുറിച്ച് ആൻഡ് ബിറ്റ്വൈസ്, ഇൻക്രിമെന്റൽ ഓപ്പറേറ്റേഴ്സ്, ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോർട്ടിംഗിൽ ചോദിച്ചിരിക്കുന്നത് ഡബിൾ സോർട്ട്, മോഡ് സോർട്ട്, ക്വിക്ക് സോർട്ട് ആൻഡ് ഇൻസെർഷൻ സോർട്ട്, ബൈനറി സെർച്ച്. സോ ഈ ഒരു ഏരിയ അധികം ചോദിച്ചത് ആൻസർ ഫോളോയിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. And we are approximately 13% of weightage ഉണ്ട്. ദെൻ DBMS ചോദിച്ചത് കീസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ഫോറിൻ കീ, സൂപ്പർ കീ. അപ്പൊ ഓരോ കീയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കീസ് ഇമ്പോർട്ടന്റ് ആണ്. DBMSൽ നോർമലൈസേഷന്റെ 5 നോർമലൈസേഷൻ ടെക്നിക്സും അതിൽ നിങ്ങൾക്ക് അറിയാം 4, 5 എന്ന് പറയുന്നത് നമ്മൾ ജോയിന്റ് ഡിപെൻഡൻസീസ് ആയിട്ടും അങ്ങനെ എടുക്കുന്ന ടൈപ്പാണ്. പക്ഷെ എപ്പോഴും ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ്, തേർഡ്, BC ആയിട്ട് 4th, 5th അത് എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ചിലർക്ക് കാൻഡിഡേറ്റ് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ഇത്തവണ യൂണിയനിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. യൂണിയൻ, ഡിഫറൻസ് വളരെ ഈസി പോർഷൻസ് ആണ്. റിലേഷണൽ ആൽജിബ്രയിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, ഇത് പ്രൊജക്ഷൻ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതും സെലക്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതും ഇത് നമ്മുടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഏരിയ സെലക്ഷൻ ചെയ്യുന്നതും. സോ ഇങ്ങനത്തെ ടൈപ്പ് കൊറിയസ് കൂടുതൽ ഞാൻ പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ PYQ ആണ് നമുക്ക് DBMS കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം PYQ വെച്ചിട്ടാണ് ഈ കാൻഡിഡേറ്റ് കീസിന്റെ പ്രോബ്ലംസ് ഏത് ടൈപ്പിലാണ് വരുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ട്രാൻസാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് ആസിഡ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ കമ്മിങ് ബാക്ക് ടു ദി OSൽ CPU ഷെഡ്യൂളിംഗ്, ഡിസ്ക് ഷെഡ്യൂളിംഗ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. മോസ്റ്റ്ലി ഈ ഏരിയ ചോദിക്കുന്ന എപ്പോഴാണോ നിങ്ങൾക്കറിയാം പേപ്പർ 2ല് 2 കോമ്പിനേഷൻസ് ചോദിക്കാറുണ്ട്.
ജനറലി ഒരു ട്രെൻഡിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ലാസ്റ്റ് കോംപ്രിഹെൻഷൻ ആയിട്ട് കണ്ടുവരുന്നത്. അതിന് CPU ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിസ്ക് ഷെഡ്യൂൾ ഇത് മാറി ചോദിച്ചിട്ടാണ് ഇപ്പൊ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. വി ആർ ഹാവിംഗ് എ ഡെഡ്ലോക്കിന്റെ ക്രൈറ്റീരിയ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതാണ് അതിൽ വരുന്നത്. പേജിങ് നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ഒപ്റ്റിമൽ വരുന്നത്, മെമ്മറി മാനേജ് ഈ ഏരിയ എന്നാണ് ഒരു മൊഡ്യൂളിൽ ചോദിച്ചത്. ജൂണിലെയാണ് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ വരുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മോഡലാണ്, OSI മോഡലാണ്. ആൻഡ് കുറച്ച് പ്രോട്ടോകോൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോളോയിങ് ഉണ്ടായിരുന്നു. ദെൻ ARP എല്ലാം ഈ DNS, ARP, ഫ്ലോ കൺട്രോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നത് എന്താണോ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹമ്മിങ് കോഡിന്റെ ന്യൂമറിക്കൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ ICMP, IGMP ഒക്കെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലാണ് ചോദിക്കാറ്. ആൻഡ് കമ്മിങ് ബാക്ക് TOC, NFA, DFA റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഈ കമ്പയർ പഠിക്കുമ്പോൾ ഇത് നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഓർ ഫോളോ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഒരു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു റൂള് തന്നിട്ടുണ്ടെങ്കിൽ A ക്യാപിറ്റൽ A, സ്മോൾ A ക്യാപിറ്റൽ B ഈ രീതിയിൽ വരുമ്പോൾ ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഫോളോ എങ്ങനെ കണ്ടുപിടിക്കുക, പിന്നെ എല്ലാ ടൈപ്പും കമ്പൈലറിന്റെ ഫേസസ്, അത് എല്ലാ എന്താ പറയാ സൈക്കിളും ഇമ്പോർട്ടന്റ് ആണ്. കമ്പൈലറിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആണ് കമ്പൈലറിന്റെ ആ ഒരു ഫേസസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. Then coming back to design and analysis of algorithm, time complexity, Master's theorem വഴി ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. Dynamic divide and conquer, Greedy method, dynamic programming, backtracking and this algorithm. ഇതൊക്കെ നമുക്ക് പൊതുവെ മാച്ച് ദ ഫോളോയിങ്ങിലാണ് ചോദിക്കാറ്. ഓരോന്നും, അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ എടുത്താലും അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. നിങ്ങൾ ഈ ഒരു പഠിക്കുന്ന സമയത്ത് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ഓരോരോ മെത്തേഡിന്റെയും ഉള്ളിൽ വരുന്ന അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് അത് അറിഞ്ഞിരിക്കണം. ദെൻ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾ ഫാക്കൽറ്റീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം PG പഠിക്കുന്നവരാണെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് AI ഒരു പേപ്പർ ഉണ്ടാവും. അതിനകത്ത് റെഗുലർലി മെഷീൻ ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിൽ നിങ്ങൾക്ക് സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ് എന്താണ്, ഈ ഒരു ഏരിയയിൽ നമുക്ക് പൊതുവെ ചോദിക്കുന്നത് ഫസി ലോജിക്കിന്റെ ആണ്. അതിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ എങ്ങനെയാണ്, അതാണ് ഫസിന്ന് ചോദിക്കാറ്. പിന്നെ എക്സ്പേർട്ട് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ പാർട്സുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഒരു നോളജിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. എൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഏജന്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏജന്റ്, അവരുടെ എൻവയോൺമെന്റ്, ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചോദിച്ചു കണ്ടിരിക്കുന്നത് റൊട്ടേഷൻ, സ്കെയിൽ. ബേസിക്കലി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിലിംഗ് ആൻഡ് ഷെയറിംഗ്. ഇതിന്റെ എല്ലാം മെട്രിക്സ്, ഏത് രീതിയിലാണ് മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇക്വേഷൻസ് ഇത്രയെങ്കിലും അറിഞ്ഞു വയ്ക്കണം. കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാവുന്നതാണ്. കേസസിൽ തരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സിനാരിയോ തരും. സപ്പോസ് ഒരു അപ്ലിക്കേഷൻ തരും, റിയൽ ടൈമിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ നിങ്ങൾ ഏത് കൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടെത്തുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറാണ്. ആൻഡ് ചോദിച്ചിരിക്കുന്ന ഇതാണ് HTML, CS, JavaScript. ഇതിന്നാണ് നമ്മൾ ബേസിക്കലി ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ജൂൺ 2026 റീസെന്റ് എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ്. ആൻഡ് ഇത് ഡിസംബറിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജാനുവരിയിൽ നടന്ന ഒരു എക്സാമിന്റെ ഓവർവ്യൂ ആണ്. ഇപ്പൊ നമ്മൾ ഓരോ ഇയറിലെയും എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ നെക്സ്റ്റ് ജനുവരി 2026 എക്സാമിന്റെയും ദെൻ ജൂൺ 2025 എക്സാം, ഇത്രയാണ് നമ്മളിപ്പം എക്സാമിനേഷൻ അനാലിസിസിൽ കൊടുത്തത്. കൂടാതെ ഓരോ ചാപ്റ്ററിലെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 2025 ഡിസംബറിൽ നടന്ന എക്സാം നടന്നത് ജനുവരി 2026 അവിടെ DX എന്ന് ചോദിച്ചത് നിങ്ങൾക്ക് കാണാം മാത്തമാറ്റിക്കൽ ലോജിക്, സെറ്റ് തിയറി, LPP ഇമ്പോർട്ടന്റ് ആണ്. LPPയിലെ ഒരു മെത്തേഡ് സിംപ്ലക്സ് മെത്തേഡ്, അത് കുറച്ച് ഈസിയാണ്. സിംപ്ലക്സ് മെത്തേഡ് ആണ് പൊതുവെ LPPയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. LPPയിലെ പ്രോബ്ലം ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കുന്നതുകൊണ്ട് സിംപ്ലക്സ് മെത്തേഡ് എന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സെറ്റ് തിയറി എല്ലാം. അപ്പൊ ഇതാണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഓരോ സൈക്കിൾ എടുക്കുമ്പോൾ ഒരു യൂണിറ്റിൽ ജനറലി ചോദിക്കുന്ന ഏരിയാസ് അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മൈൻഡ് ഇരിക്കുകയാണെങ്കിൽ അത് സൈക്കിൾ പഠിക്കുന്നതാണ് നമ്മൾ ടൈം ലാഭിക്കാനും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ പറയുക കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ. ദെൻ കമ്മിങ് ബാക്ക് ടു CA കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് IO ഇന്റർഫേസ്, അവിടെ
DMA ഓർ പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ പൈപ്പ് ലൈനും അഡ്രസ് മോഡും. അഡ്രസ്സിംഗ് മോഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അഡ്രസ്സിംഗ് മോഡൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആയിട്ട് എഴുതി വെക്കുന്നത് ഈസിയാണ്. കാരണം ഓരോ അഡ്രസ്സിംഗ് മോഡ് പഠിക്കുമ്പോഴും വിത്ത് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. കാരണം എല്ലാ അഡ്രസ്സിംഗ് മോഡ് ചിലത് തരുന്നത് എന്താണെന്ന് വെച്ചാല് മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് തരുമ്പോൾ ഇവിടെ ഏത് അഡ്രസ്സിംഗ് മോഡാണ് വരും. ഇപ്പൊ നമ്മള് മൂവ് സപ്പോസ് മൂവ് A, B അല്ലെങ്കിൽ ആഡ് A, B എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഏത് ഫോമിലാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കണ്ടിട്ട് ഇവിടെ എന്തായിരിക്കും ഇൻഡെക്സിങ് ആയിരിക്കും. അപ്പൊ ഈ ഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണോ, ഇൻഡെക്സ്ഡ് ആണോ, റിലേറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂസ്. അപ്പൊ നമുക്ക് കൂടുതലും ആ ഒരു അഡ്രസ്സിംഗ് മോഡിലെ എക്സാമ്പിളുമായിട്ടുള്ള ഒരു ഐഡിയ കൂടി വേണം. എന്നാൽ ഇത്തരത്തിലുള്ള ആൻസർ ഫോളോയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ആ ഒരു ഇയറിൽ ചോദിച്ചിരിക്കുന്നത് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ജാവ പൈത്തൺ ആണ് അവിടെ ചോദിച്ചിരുന്നത്. 2D ട്രാൻസ്ഫോർമേഷൻ, ക്ലിപ്പിംഗും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലിപ്പിംഗ്. ഹൂപ്സിൽ നിങ്ങൾക്കറിയാം അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പോളിമോർഫിസം. ഇത് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. എന്താണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത്രയും മതി നമുക്ക് ആ ഒരു ഏരിയയിൽ. DBMS വരുവാണെങ്കിൽ SQL നോർമലൈസേഷൻ ഞാൻ പറഞ്ഞു. നോർമലൈസേഷനും ട്രാൻസാക്ഷനും വിട്ടിട്ട് ഒരു കളിയില്ല DBMS ആ ഒരു ഇമ്പോർട്ടന്റ് കോർ പൊസിഷൻസില്. SQL ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം DDL കമാൻഡ്സ്, DML കമാൻഡ്സ് നിങ്ങളെ കൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ DBMS എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഏരിയ, കോർ സബ്ജക്റ്റ് ആണ്. ചില കോർ സബ്ജക്ട് ഇപ്പൊ DBMS ആയിക്കോട്ടെ, OS ആയിക്കോട്ടെ, ഇനിയിപ്പം നിങ്ങൾ COA എടുത്താലും ചില സബ്ജക്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആക്കി വെച്ചാൽ ആ സബ്ജക്റ്റിന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് കിട്ടുന്നത് നിങ്ങൾ PYQ ചെയ്യുമ്പോഴാണ്. ഒരുപാട് പേരുടെ കോൺഫിഡൻസ് ഏരിയാസ് ആണ് DBMS-ഉം OS-ഉം. സോ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ഒരു ഏരിയസ് നിങ്ങൾക്ക് കുറച്ചും കൂടി മൈൻഡ്, കാരണം നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരുമായിരിക്കും. സോ OS-നകത്ത് കഴിഞ്ഞ തവണ ജനുവരി ചോദിച്ചത് CPU ഷെഡ്യൂളിംഗ്, ഡെഡ്ലോക്ക് ഇപ്പൊ നിങ്ങൾക്ക് 2 വർഷത്തെ നിങ്ങൾ കാണും. അപ്പൊ ഡെഡ്ലോക്ക് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. CPU ഷെഡ്യൂളിംഗ് ആൻഡ് പേജിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരികയാണെങ്കിൽ അവിടെ ചോദിച്ചിരുന്ന ഈ ഒരു ഏരിയയിൽ അജൈൽ മോഡലും കൊക്കോമോ മോഡലും. കൊക്കോമോ മോഡലിനാണ് നമുക്ക് ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഡിഫറെന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്താണ്, അതാണ് ഈ ഏരിയ. ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് പഠിച്ചാലും നിങ്ങളെ മൈൻഡിലെത്തും. കാരണം ഡെവലപ്മെന്റൽ മോഡൽസ് ആണ്. കൊക്കോമോ മോഡൽ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, അതിന്റെ വാല്യൂസ് ഓർത്ത് വെക്കണം എളുപ്പമാണ്. കാരണം കുറെ വാല്യൂസ് ഒക്കെ അത് ചെയ്യുന്ന ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ വാല്യൂസ് വരുന്നുണ്ട് അതിനകത്ത്. അതിനകത്ത് വാല്യൂസ് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. കാരണം ചിലതിന്റെ വാല്യൂസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ എന്റെ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾ മിനിമം ഒരു AI-ലൊക്കെ കുറച്ചൊരു ചെറിയൊരു ഡ്രാഫ്റ്റ് ഐഡിയ ഉള്ളവരാണെങ്കിൽ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ ലാസ്റ്റിലോട്ട് വെക്കുകയാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ 2-3 ദിവസം കൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈൻഡ് നിൽക്കാവുന്ന കാര്യങ്ങളുള്ളൂ. കാരണം അത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എടുത്ത് പഠിക്കുകയാണെങ്കിലും അൺസൂപ്പർവൈസ്ഡ് എടുത്ത് പഠിക്കാൻ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മറന്നു പോകത്തില്ല. ദെൻ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിന് ജനുവരി ചോദിച്ചത് AVL ട്രീം, സോർട്ടിംഗ് കോംപ്ലക്സിറ്റി. കോഴ്സിലെ NFA ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസൈഡബിലിറ്റി ആണ്. അപ്പൊ ഡിസൈഡബിലിറ്റി പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരു ടേബിൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് എടുത്താൽ DFA, NFA, നമ്മള് എന്താ റിക്കേഴ്സീവ് ലാംഗ്വേജ് എടുക്കുന്നു, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അത് ഡിസൈഡബിൾ ആണോ അൺഡിസൈഡബിൾ ആണോ? എപ്പോഴും ഡിസൈഡബിലിറ്റിയിൽ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ടൈപ്പ് നിങ്ങൾ നോട്ട് ചെയ്യണം. കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് പാർസേഴ്സ്, ഏത് ടൈപ്പ് പാർസർ ആണ്? പാർസേഴ്സിൽ പൊതുവെ ചോദിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള പാർസർ ഏതാണ്? അത് റെഗുലർ ചോദിക്കുന്ന ഏരിയ ആണ്. പിന്നെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇൻക്രിമെന്റൽ ഓർഡർ ആണ്. ഒരു ഓർഡർ ഉണ്ട്, ഏതാണ് കൂടുതൽ ഹയർ പവർ ഉള്ളത്, ലോവർ പവർ ഉള്ളത്, ആ ഒരു ഏരിയ. പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഈ ഒരു IP4 IP6 ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. UDP TCP ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ജനുവരി 2026 എക്സാമിൽ OSI മോഡൽ എന്നൊക്കെ ചോദിച്ചത് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെൻഡ് മനസ്സിലാക്കുക നിങ്ങൾ. വെക്ടർ വെസ്റ്റ് എന്ന് പറയുന്നതാണ്. AI-യിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഫസ്റ്റ് ലോജിക് എന്നാണ് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്തത്. ജനറ്റിക് അൽഗോരിതത്തിന്റെ ഒക്കെ അറിയാം ഒരു സീക്വൻസ് ഉണ്ട്. നമ്മൾ ഒരു സാമ്പിൾ എടുത്തു, ഒരു പോപ്പുലേഷൻ സാമ്പിൾ എടുത്തു, അതിന്റെ ഫിറ്റ്നസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ബെസ്റ്റ് ഫിറ്റ് ഏതാന്ന് എടുത്തു, അതിന്റെ പാരന്റ്സ് ആക്കി എടുത്തു, അതിനെ നമ്മൾ ക്രോസ് ഓവർ ചെയ്ത് മ്യൂട്ടേഷൻ ചെയ്തു. അപ്പൊ ആ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ഒരു കഥയായിട്ട് പഠിച്ചാൽ ആ ഒരു ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ ഏത് രീതിയിൽ സീക്വൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്.
സോ ഇത് ജൂൺ 2025 എക്സാം ആണ്. ഓൾറെഡി നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിൽ സബ് ടോപ്പിക്സ് കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ മാത്തമാറ്റിക്കൽ ലോജിക്കൽ കൗണ്ടിങ്ങിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഒന്ന് കാർഡ്സ് പ്രോബ്ലം ആണ്, പിന്നെ ഒന്ന് കോയിൻ പ്രോബ്ലം ആണ്, പിന്നെ ഒന്ന് ഡൈസിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ കാർഡ്സിന്റെ കൗണ്ട് എത്രത്തോളം കൗണ്ടുകൾ വരുന്നുണ്ട്, ഓരോ കാർഡ് എത്രയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ. ദെൻ സിബി ഓർഗനൈസേഷനിൽ ഇവിടെ നമുക്ക് കാണാം നിങ്ങൾക്ക് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ് ഇപ്പൊ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അഡ്രസ്സിംഗ് മോഡ് ഇമ്പോർട്ടന്റ് ആണ്. പൈപ്പ് ലൈനിന് വിത്ത് പൈപ്പ് ലൈൻ ആൻഡ് വിത്തൗട്ട് പൈപ്പ് ലൈൻ ന്യൂമറിക്കൽ ആണ് ഈ ഒരു ഏരിയയിൽ ചോദിക്കാറ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ജൂണിൽ ചോദിക്കുന്നത് ജാവ പൈത്തൺ. അപ്പൊ റെഗുലർലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ജാവ, അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യണം. ദെൻ ക്ലിപ്പിംഗ് അൽഗോരിതം DBMS ഒബിയസ്ലി ചോദിക്കാനുള്ള ഏരിയ ആണ്. നോർമലൈസേഷൻ ആൻഡ് കൺകറൻസി കൺട്രോൾ. കൺകറൻസി കൺട്രോൾ 2 phase കീ കോൾസ് നമ്മൾ അവിടെ പഠിക്കും, അത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ക് ഷെഡ്യൂളിംഗ്. ദെൻ ഈ ഒരു ഏരിയയിൽ അജൈൽ ആണ് ചോദിച്ചത്. അജൈല് ജനുവരി 2026 ചോദിച്ചിട്ടുണ്ട്, ജൂണിലും ചോദിച്ചിട്ടുണ്ട്. അജൈൽ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ്, നോട്ട് ഡൗൺ ചെയ്യുന്നത്. ദെൻ DSൽ കോംപ്ലക്സിറ്റി ആണ്. TFCയിലാകുന്ന സമയത്ത് NF-TFA. ഇവിടെ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചത് എന്താണോ, മാച്ച് ദ ഫോളോയിങ് ആണ് ഈ ഒരു ഏരിയസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെറ്റ്വർക്കിന്റെ 802.11 ആയാലും 15 ആയാലും ഇങ്ങനെയാണുള്ളത്. ദെൻ ന്യൂ നെറ്റ്വർക്ക് ഫസി ലോജിക്. അഗൈൻ യു ക്യാൻ സീ ഫസി ലോജിക് റിപ്പീറ്റഡ് ആണ്. ഏജൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏജൻസ് ഏതൊക്കെയാണ്, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇത് ഓവറോൾ ഒരു ഐഡിയ ആണ്. നമ്മുടെ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ, നിങ്ങളൊന്ന് നോക്കുക. ഇനി ഓരോ ടോപ്പിക്കിലും നമ്മളെ അപ്ലൈ, അതായത് ഇപ്പൊ നിങ്ങൾ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ചെയ്തു. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക് ആണെങ്കിൽ അതിൽ നോർമൽ ഫോംസ് ഉണ്ട്. ആൻഡ് അത് ഏതൊക്കെ ക്വാണ്ടിഫയേഴ്സ് ആണ്, ഫോർ ഓൾ ആണോ, ദെൻ സമ്മോ, ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഏരിയ ചോദിക്കുന്നത്. ഫോർ ഓൾ ആണോ സമ്മോ ആണോ എന്ന് എപ്പോഴും നമുക്ക് ആ ഒരു ഏരിയയിൽ ചോദിച്ചു വരുന്നതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ സെറ്റ് ആൻഡ് റിലേഷൻ. സെറ്റ് ആൻഡ് റിലേഷനിൽ ഒരു മിനിമം ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കിട്ടുന്ന ഒരു ഏരിയ ആണ് സെറ്റ് ആൻഡ് റിലേഷൻ എന്ന് പറയുന്ന മൊഡ്യൂള്. ദെൻ കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇവിടെ നമുക്ക് ഒരു അപ്ലൈ ചെയ്യാവുന്ന അപ്ലിക്കബിൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ബയാസ് തിയറി ആണ്, മറ്റേത് പ്രോബിലിറ്റി ആണ്. ബയാസ് തിയറത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, P(a)(b) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ജനറലി എല്ലാ ബയാസ് തിയറത്തിന്റെയും പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ വരുന്നത് ഗ്രാഫ് തിയറി ആണ്. ഗ്രാഫ് തിയറിയിൽ ട്രീ ട്രാവേഴ്സലും സ്പാനിംഗ് ട്രീ ഓപ്പറേഷൻസും ആണ്. ദെൻ LPP ജനറലി ചോദിക്കുന്നത് സിംപ്ലക്സ് മെത്തേഡ് ആണ്. അസൈൻമെന്റ് ആൻഡ് ട്രാൻസാക്ഷൻ പ്രോബ്ലം, ഇത് നമുക്ക് ചോദിച്ചു കണ്ടിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലാണ് ഈ ഏരിയ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂടുതൽ ഈ ഒരു ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു ഏരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് ചോദിച്ചിരുന്നത് കൂടുതൽ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ സോൾവ് ചെയ്യേണ്ടത് PYQ ആണ്. അവിടെ K-MAP ആണ് നിങ്ങൾ കൂടുതലായിട്ടും സോൾവ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് DBMS ആണ്. DBMS എന്ന് പറയുന്ന ഈ ഒരു അത് ER ഡയഗ്രാം ആണ്. ER ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഒരു ER ഡയഗ്രാം നിങ്ങൾക്ക് ഒരു എൻറ്റിറ്റി ഉണ്ടാവും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കോഴ്സ് എടുത്തു, ആ കോഴ്സിന് ഒരു ID ഉണ്ടാവും, ഇത് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. സോ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് വരും, 1 to many, many to 1, 1 to 1 ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വരുന്നത് SQL ആണ്. SQL വരുന്ന ടേം എന്ന് പറയുന്നത് DDL, DML എന്ന് പറയുന്ന ഏരിയ. ദെൻ TCL ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. അവിടെ നമുക്ക് ഗ്രാന്റ് റിവോക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റിൽ PYQ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നോർമലൈസേഷൻ ടെക്നിക്സ് അറിയാലോ, 1 to 5 നോർമലൈസേഷൻ ടെക്നിക്സ് പഠിക്കണം. എപ്പോഴും ഈ നോർമലൈസേഷൻ ചോദിക്കുന്ന ഒരു ഇത് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. സോ അപ്പൊ ഓരോ നോർമലൈസേഷനിലും ഏത് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണ്, ഏതാണ് ഡിപ്പെൻഡൻസി വരുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ മൾട്ടി ആയിട്ടാണോ അല്ലെങ്കിൽ ഡ്യുവൽ ആയിട്ടാണോ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. OLAP ആൻഡ് OLT ഇതിന്റെ ഡിഫറൻസ് ആണ് കൂടുതലും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. പിന്നെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിൽ RDMS വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു കാൻഡിഡേറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ജോയിൻസ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. ഇന്നർ ജോയിൻ വരുന്നുണ്ട്, ഔട്ടർ ജോയിൻസ് വരുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസി പ്രിസർവിംഗ്. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഡിപെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐസോസ്ലെസ് ആണോ അല്ലയോ എന്നുള്ളത്. ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുള്ളത്. ഡാറ്റ വെയർ ഹൗസുകൾ തന്നെ ക്ലസ്റ്ററിംഗ് ആൻഡ് റിഗ്രഷൻ എന്ന് പറയാം. ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഒരു മെത്തേഡ് ആണ്. സിമിലർ ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ട് വെക്കും. റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റിംഗ് ആണ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ രീതിയിലാണ്. എല്ലാ ആപ്ലിക്കേഷൻ ടൈപ്പിലാണ് ചോദിക്കാറ്. ഞാൻ പറഞ്ഞു മെഷീൻ ലേണിംഗിനകത്ത് സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെയും ആപ്ലിക്കേഷൻസും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ പറ്റുക. ദെൻ നമുക്ക് വരുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്നത് ഈ ഒരു മോഡ്യൂളിനകത്ത് കുറച്ച് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സോ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉള്ളത്? ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ദെൻ വി ആർ ഹാവിംഗ് സ്റ്റാക്ക്, ദെൻ ക്യൂ, ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇങ്ങനത്തെ 4 ഡാറ്റ സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ സ്റ്റാക്കും ക്യൂവും എല്ലാം അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എങ്ങനെയാണ്, കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇത് എപ്പോഴും നമുക്ക് ഏരിയ ചോദിച്ചു കാണുന്നതാണ്. വളരെ ഈസി ഏരിയാസ് ആണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്? ഇത് ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. ഇതെല്ലാം എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആണ്. കമ്മിങ് ബാക്ക് ടു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ട്രീ, ഒന്ന് ഗ്രാഫ്. ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ഏതൊക്കെയാണ് വരുന്നത്? ട്രീ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമുക്ക് വരുന്ന ബൈനറി ട്രീ, ദെൻ AVL ട്രീ. ഓക്കെ, ബൈനറി ട്രീ, AVL ട്രീ. ബൈനറി ട്രീ കൂടാതെ ബൈനറി സെർച്ച് ട്രീ വരുന്നുണ്ട്, AVL ട്രീ വരുന്നുണ്ട്. ദെൻ വി ആർ ഹാവിംഗ് ബി ട്രീ ആൻഡ് ബി പ്ലസ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ട്രീയുടെ ഉള്ളിൽ വരുന്നത്. ഗ്രാഫ്സ്, DFS, TFS, BFS. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഹൈറാർക്കി ആയിട്ട് പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷനിൽ നോക്കുമ്പോഴും ഒരു എന്താ പറയാ ലെങ്തി ആയിട്ട് തിയറി നിങ്ങൾക്ക് റിവിഷനിൽ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ വരുന്ന ഹാൻഡ് റിട്ടൺ റൂട്ട് നിങ്ങളുടെ റിവിഷനിലാണ് നിങ്ങളെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. 10 ഡേയ്സിൽ പഠിച്ച സബ്ജക്ട് നിങ്ങൾ 1 ഡേയിലോ 2 ഡേയിലോ റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സുകളാണ്. ദെൻ നമുക്ക് വരുന്ന കാര്യത്തിലാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത്. ദെൻ ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാഷിംഗ് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ലോങ്സ്റ്റ് കോമൺ സബ്സീക്വൻസ്, ദെൻ മിനിമം സ്പാനിങ് ട്രീ വരുന്നത്, ദെൻ നാപ്സാക്ക് പ്രോബ്ലം, ഇതൊക്കെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ ഇതെല്ലാം എന്താണ്? ഡിസൈൻ ടെക്നിക്സ് ആണ്. ഒരു പ്രോഗ്രാമിന്റെ എങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇതാണ് ഈ ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിൽ നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ്. ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുന്ന സമയത്ത് ഫസ്റ്റത്തത് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ ആണ്. സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ വാട്ടർഫാൾ മോഡല്, ദെൻ സ്പൈറൽ മോഡൽസ് വരുന്നുണ്ട്, ഇൻക്രിമെന്റൽ മോഡൽ വരുന്നുണ്ട്, അത് തുടങ്ങി അജൈൽ മോഡൽ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് മോഡൽ വരെ വരുന്നുണ്ട്. മറ്റൊരു മോഡൽ വരുന്നുണ്ട് സ്ക്രം എന്ന് പറയുന്ന ഒരു മോഡൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു റിവിഷൻ ഫൗണ്ടേഷൻ ആയിട്ട് സിലബസ് ഗോ ത്രൂ സ്ക്രം എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസിലും എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കാവുന്ന ഏരിയ ആണ്. കാരണം അതിന് എപ്പോഴും നിങ്ങൾക്ക് വളരെ എന്താ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ആൻഡ് 2024 ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിളിൽ 2024 നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൂടുതലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിളിന്റെ ഫീച്ചർ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ സീക്വൻസ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫങ്ഷണൽ പോയിന്റ്, ബേസിക് കോക്കോമോ, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യുന്നതിൽ ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ സിലബസ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയും. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾ നോക്കണം. ദെൻ ഇവിടെ പേഴ്സൺ പെർ കോസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പെർ പേഴ്സൺ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം, അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡിഫറെന്റ് കോക്കോമോ മോഡലിൽ നിന്നാണ് നമുക്ക് PIQ ന്യൂമറിക്കൽ ചോദിക്കാറ്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ബേസിക് ഡെഫിനിഷൻ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ്. ഇപ്പൊ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ
നമ്മുടെ കയ്യിൽ റിക്വയർമെന്റ് നമ്മളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി. പക്ഷെ ഇതിൽ ചില ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യൂസറിന്റെ റിക്വയർമെന്റ്സ് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യും, ക്രോസ് വെരിഫൈ ചെയ്യുന്ന ടൈപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു മാനേജ്മെന്റിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗും എഞ്ചിനീയറിംഗും ഒക്കെ ഡെഫിനേഷൻ ഈ രീതിയിലുള്ള ചേഞ്ച് ആണ്. മറ്റൊരു ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, കൊഹീഷൻ ആൻഡ് കപ്ലിംഗ്. സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കൊഹീഷൻ കൂടുതലാണോ വേണ്ടത്, കപ്ലിംഗ് കുറവാണോ വേണ്ടത്? ഇതിന്റെ അണ്ടറിൽ ലിസ്റ്റ് ഉണ്ട്. അത് ഇൻക്രീസിംഗ് ഓർഡർ എപ്പോഴും ചോദിക്കുന്നതാണ്, മാറി മാറിയാണ് വരുന്നത്. കൊഹീഷൻ ആണ് ചോദിച്ചെങ്കിൽ ഒരു നെക്സ്റ്റ് കപ്ലിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്ക് കാണാം ഡാറ്റ കൺട്രോൾ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരു 6ഓളം വരുന്നത്. അതിന്റെ ഓർഡർ ഒന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ വെച്ച് ഒരു സ്റ്റോറി ആയിട്ട് പഠിക്കുക, കാരണം ആ ഒരു ഓർഡർ ചോദിക്കുന്നതാണ്, ജനറലി ചോദിച്ച് കാണുന്നതാണ്, നിങ്ങൾക്ക് ഡിസോർഡർ ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് കൊഹീഷൻ അക്കോർഡിംഗ്ലി ഇൻക്രീസിംഗ് ഓർഡറിൽ അതിനെ റീഓർഡർ ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഏരിയ ആണ്. കാരണം നിങ്ങൾക്ക് മേ ബി കൊഹീഷൻ എത്ര വേണം, കപ്ലിംഗ് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാതെ, പക്ഷെ അതിനുള്ളിൽ വരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഒരു സോഫ്റ്റ്വെയറിന്റെ റിസ്ക്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെ റിസ്കുകളാണ് നമ്മൾ നോക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി നമുക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റീവ് സിസ്റ്റം. സോ പ്രോസസ് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ എന്താ പറയാ, സിങ്ക്രണൈസേഷനെ കുറിച്ച് പഠിക്കും, എങ്ങനെയാണ് സിങ്ക്രണൈസേഷൻ കാര്യങ്ങൾ വരുന്നത് നമ്മൾ പഠിക്കും. വരുന്നത് ത്രെഡ്സ് ആണ്. ത്രെഡ്സും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് നല്ല വലിയ വെയിറ്റേജ് ഉള്ള മൊഡ്യൂള് നമ്മൾ അധികം ഫോക്കസ് കൊടുക്കാത്ത കുറച്ച് സാധനങ്ങളാണ് ഈ ത്രെഡ്സ് എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡ്സ് വരുന്നത്, ത്രെഡ്സ് എല്ലാം വളരെ എളുപ്പമുള്ള കൺസെപ്റ്റുകളാണ്, ഓർമ്മയിൽ നിൽക്കുന്ന കൺസെപ്റ്റുകളാണ്. അപ്പം ആ ഒരു ഏരിയയും കൂടി നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. ഡെഡ് ലോക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ഡെഡ് ലോക്ക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, എക്സ്ക്ലൂഷൻ ആണ്. സോ ഓരോരോ 4 കണ്ടീഷൻ എടുക്കുമ്പോഴും ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്, ഏതൊക്കെയായിരിക്കും ഡെഡ് ലോക്ക് ആവാനുള്ള ക്രൈറ്റീരിയ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡൗട്ട് ഒരിക്കലും വരില്ല, കാരണം അതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഏതൊക്കെ ക്രൈറ്റീരിയ, 4-5 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്, അത് തന്നെയാണ് അതിന്റെ വരുന്നത്. പിന്നെ ഈ പോയിന്റ്സുകളുടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. സോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എങ്ങനെ ഉണ്ടാവും, 2 പ്രോസസ് എടുക്കുമ്പോൾ ആ പ്രോസസ് റിസോഴ്സസിന് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ്, അതാണ് നമ്മുടെ ബേസിക്കലി. ഇപ്പൊ 2 ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ ഏത് ക്രൈറ്റീരിയ. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത്. ഇനി ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ചോദിക്കുന്നതാണ് സെമാഫോഴ്സ്, ഡിഫറെന്റ് സെമാഫോഴ്സ്, ബൈനറി സെമാഫോഴ്സ്, കൗണ്ടിങ് സെമാഫോഴ്സ് വരുന്നത്. ഇങ്ങനത്തെ കുറച്ച് ഏരിയകളാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ പേജ്, അതായത് ഒരു മെമ്മറിയിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടിന്യൂസ് അലോക്കേഷനും നോൺ കണ്ടിന്യൂസ് അലോക്കേഷനും നിങ്ങൾ ഒരു ഹയറാർക്കി ആയിട്ട് പഠിക്കുന്നതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പേജ് സെഗ്മെന്റേഷൻ ആണ്. പേജിങ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് പേജിങ് സെഗ്മെന്റേഷൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് 2 രീതിയിൽ പ്രോബ്ലം ചോദിക്കാം. ഒന്ന് ലോജിക്കലും ഉണ്ട്, ഒന്ന് ഫിസിക്കലും ഉണ്ട്. ഫിസിക്കൽ അഡ്രസ്സിംഗ് ആണ്. ഈ ലോജിക്കല് ഫിസിക്കൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ മെയിൻ മെമ്മറിയും വെർച്വൽ മെമ്മറിയും വരുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്, കാരണം നിങ്ങൾക്ക് ഇത്ര പേജ് ഉണ്ട്, ആ പേജിന്റെ സൈസ് തരും, ബ്ലോക്ക് സൈസ് തരും, നമ്പർ ഓഫ് പേജസ് എത്രയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫിസിക്കൽ അഡ്രസ് എത്രയാണ്. ഈ രീതിയിലാണ് ഈ ഒരു ഏരിയയിൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടത്. അപ്പൊ ഈ അനാലിസിസ് ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് തിയറി കോൺസെപ്റ്റുകളാണ് ഇതല്ല. തിയറിക്കലി ഏതൊക്കെ കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കണം, പ്രാക്ടിക്കലി നിങ്ങൾ പ്രാക്ടിക്കൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിനാരിയോ തരും. സോ ഈ ഒരു സിനാരിയോയുടെ ബേസിൽ നിങ്ങൾ പറയണം അത് ഡെഡ് ലോക്ക് ആണോ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നിങ്ങൾ ഈ രീതിയിലുള്ള PYQs ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഓരോ തിയറിക്കലി പഠിക്കാന്നാണ് നിങ്ങളത് കൺസെപ്റ്റ് ആണ്. പ്രാക്ടിക്കൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ആണ് അവിടെ ചെയ്ത് പഠിക്കേണ്ടത് ആ രീതി. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ടേബിൾ ഓഫ് അലൈൻമെന്റ് കൊണ്ടുവന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന സമയത്ത് ജനറലി ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചോദിച്ചു കാണാറ്, C++ ചോദിച്ചു കാണാറുണ്ട്, HTML ചോദിച്ചു കാണാറുണ്ട്, XML നിന്ന് ചോദിക്കാറുണ്ട്, ജാവ സ്ക്രിപ്റ്റ്, ദെൻ പൈത്തന്റെ ബേസിക്സ്. ഈ ഒരു ജനറലി ചോദിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതിന്റെ ബേസിക്കലി ഉണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞു വെക്കണം. കൂടുതലും ഇങ്ങനത്തെ നിങ്ങളിപ്പോ ഫ്രഷ് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ടൈമിൽ എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണിത്. കാരണം ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം.
അപ്പൊ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് വെരിഫൈ, നിങ്ങൾ ഏതാണ് ഔട്ട്പുട്ട് പ്രൊഡിക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ് ഔട്ട്പുട്ടിന്റെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ നിങ്ങൾ കമ്പ്യൂട്ടർ പിന്നെ നമുക്ക് വരുന്നത് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും. പിന്നെ എന്താണ് ഒരു ഫംഗ്ഷൻ, എന്താണ്, ദെൻ അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്, ഫംഗ്ഷൻ കോളിംഗ് എന്താണ്, ഇതൊക്കെയാണ് ബേസിക് ടെർമിനോളജി. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്ക് എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ, എങ്ങനെയാണ് ഫംഗ്ഷൻ കോളിംഗ് വരുന്നത്, ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ക്ലാസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, എന്താണ് ബേസ് ക്ലാസ്, ഇങ്ങനെയുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ ഒരു ഏരിയ നമുക്ക് ചോദിക്കാറുള്ളൂ. ചോദിക്കുന്നത് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നമുക്ക് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് ആണ് നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിനകത്ത് CRT, ദെൻ ഫ്ലാറ്റ് ഇത് വരുന്നുണ്ട്, ദെൻ DVST, ദെൻ റാൻഡം സ്കാനും ഉണ്ട്, ഒന്ന് മാസ്റ്റർ സ്കാനും ഉണ്ട്, റാൻഡം സ്കാനും ഉണ്ട്. ഓരോന്നിന്റെയും ഫീച്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം, അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിലത് പഠിക്കുമ്പോൾ ചിലതിൽ നമ്മുടെ ഫുൾ കൺസെപ്റ്റുകൾ ഉണ്ടാവാതിരിക്കില്ല. മൊഡ്യൂൾ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ആ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്കാണ്. ഇപ്പൊ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സിലബസിന്റെ ഒരു പ്രിന്റ് എടുക്കുക, അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മൊഡ്യൂൾ, അപ്പൊ നിങ്ങൾ ഏതൊക്കെ കവർ ചെയ്ത് പോയി. ഈ ഒരു തിയറിക്കൽ കൺസെപ്റ്റ് എപ്പോഴും റിവിഷനിൽ വെക്കുന്നതാണ് നല്ലത്. പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഔട്ട്പുട്ടുകൾ, പോയിന്റുകൾ, നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യും. പോയിന്റേഴ്സും പിന്നെ ഒരു ആംബിയൻസ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ട് വരുന്നത്. ദെൻ ഇൻക്രിമെന്റൽ ഓപ്പറേഷൻ യൂസ് ചെയ്യും, P++, P-, അല്ലെങ്കിൽ -P, ഇങ്ങനത്തെ കാര്യങ്ങളും ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതിന് ചോദിക്കുന്ന ഇതിൽ വരുന്നതാണ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, ഷിയർ, ഇതൊക്കെ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ വരുന്നതാണ്. ക്ലിപ്പിംഗിൽ വരുന്നത് ഒരു ഹയറാർക്കി ഉണ്ട്. ഈ ഒരു ഹയറാർക്കി വെച്ചിട്ട് പഠിക്കുന്നതാണ് ക്ലിപ്പിംഗ് ബെറ്റർ. ദെൻ കമ്മിങ് ബാക്ക് ടു TOC വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, റെഗുലർ ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, റിക്കർസീവ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ലാംഗ്വേജസിനും അതിൻ്റെതായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ കോണ്ടെക്സ്റ്റ് ഗ്രാമർ എടുക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ട് നിങ്ങൾക്ക് അതാണ് ഏറ്റവും ചോദിക്കാറ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജസും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ്. ഇപ്പൊ നിങ്ങളുടെ ഫൈനൈറ്റ് റെഗുലർ ലാംഗ്വേജസ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, റിക്കർസീവ് ലാംഗ്വേജ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺ ഓട്ടോമാറ്റ, പമ്പിംഗ് ലെമ്മ, LB, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ, ട്യൂറിംഗ് മെഷീൻ തന്നിട്ട് നിങ്ങളോട് ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുള്ള ടൈപ്പ് റെഗുലർ ചോദിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചോംസ്കി ഹയറാർക്കിയാണ്. ചോദിക്കുന്നത് ഇതെന്ന് പറയുന്നത്. ചോംസ്കി ഹയറാർക്കി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 0, 1, 2, 3 രീതിയിൽ ഇത് പോകുന്നതും ഏത് ലാംഗ്വേജസ് ആണ് ഇവിടെ വരുന്നത്, ഓരോ ലാംഗ്വേജസിന്റെയും ആപ്ലിക്കേഷൻ, ഓരോ ലാംഗ്വേജസിന്റെയും ബേസിക് ആയിട്ടുള്ള സിന്റാക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ A⁻n, B⁻n, C⁻n തന്നിട്ടുണ്ടെങ്കിൽ ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണോ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ A*, B* എന്ന് തന്നിട്ട് മേ ബി A, B എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് തരും. അപ്പൊ ഈ സീക്വൻസ് ഇതിനകത്തുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേണുകളാണ്. പിന്നെ ചോദിക്കുന്നത് ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അത് സിമെട്രിക്, ആന്റി സിമെട്രിക്, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. ദെൻ പ്രൊഡക്ഷൻ റൂൾസ് ആണ്. അപ്പൊ പ്രോബ്ലം വൈസ് ഞാൻ പറഞ്ഞു, ഒന്ന് റെഗുലർ എക്സ്പ്രഷൻ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും. ഒരു എക്സ്പ്രഷൻ തന്നിട്ട് നിങ്ങൾ അതിന്റെ റെഗുലർ ലാംഗ്വേജ് പ്രൊഡക്ഷനിൽ വരുന്നോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ദെൻ പ്രൊഡക്ഷൻ റൂൾസ് ആണ്. പ്രൊഡക്ഷൻ റൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് തരും. നിങ്ങളോട് പ്രൊഡക്ഷൻ റൂൾസ് ചെക്ക് ചെയ്യാൻ പറയും. അതും ഒരു ചെക്ക് ചെയ്യാൻ കാര്യങ്ങളാണ്. പിന്നെ ഒരെണ്ണം പറയുന്നത് ആംബിഗിറ്റി ആണ്. ആംബിഗിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾ വരും, നിങ്ങൾ പറയണം അത് ആംബിഗ്യൂസ് ആണോ അല്ലയോ. ആ രീതിയിലുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ബെറ്റർ ഗോ ത്രൂ വിത്ത് PYQ ക്വസ്റ്റ്യൻസ് ഫോർ ദീസ് ഏരിയാസ്. ദെൻ കമ്പൈലറിൽ വരുവാണെങ്കിൽ കൂടുതലായിട്ട് പറയുന്നില്ല, കമ്പൈലറിന്റെ എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. ലെക്സിക്കൽ അനാലിസിസ്, സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് തുടങ്ങി ലെക്സിക്കലിൽ എന്ത് സംഭവിക്കുന്നു അവിടെ നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം
വൈറ്റ് സ്പേസ് എല്ലാം നിങ്ങൾ കണ്ടു. സോ അത്തരം വരെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളും ഓരോരോ സ്റ്റെപ്പിൽ നിങ്ങൾ പഠിക്കും. സോ ഇതിന് ബെറ്റർ വേ എന്ന് പറയുന്നത് ഒരു ഷീറ്റ് A4 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ബേസിക് പോയിന്റ്സ് നിങ്ങൾ ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കണ്ടു. കാരണം കമ്പൈലറിൽ ഈ ഒരു ഏരിയ നിങ്ങൾ ഫിക്സ് ചെയ്ത് അത് നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Then coming back to the next module, next unit, data communication and computer network. Data communication and computer networks ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്പുകൾ എന്തൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഫിസിക്കൽ ലെയറിൽ ഓരോ OSI മോഡലുകൾ, ദെൻ TCP-യുടെ മോഡലുകൾ, ഇതിന്റെ മൂന്നിന്റെയും ലെയർ എന്താണ്? ആ ലെയറിൽ ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ലെയർ ആണ് നമ്മൾ നോക്കിയാൽ അവിടെ റോബിറ്റ്സ് ആണ്. ഡാറ്റ ലിങ്ക് ലെയറിലാണെങ്കിൽ അവിടെ ഡാറ്റാസ് ആയിരിക്കും. ഇനി നമ്മൾ ഫ്രെയിംസ് ആയിരിക്കും. നെറ്റ്വർക്ക് ലെയർ ആണെങ്കിൽ അവിടെ പാക്കറ്റ്സ് ആയിരിക്കും. ഇനി നമ്മൾ സിസ്റ്റം ലെയറിലാണെങ്കിൽ അവിടെ സെഗ്മെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ ലെയറിലും ഏത് ഫോമിലാണ് നമ്മുടെ ഡാറ്റാസ് താഴെ മേലോട്ട് പോകുന്നത് അതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ലെയറിൽ റോബിറ്റ് ആണെങ്കിൽ നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ് ഫോമിലാണ്. അപ്പൊ അടുത്ത ലെയറിൽ വേറൊരു ഫോമിലാണ്. അപ്പൊ ആ രീതിയിൽ ഓരോ ലെയറിലും പിന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ള നമുക്ക് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് ഏത് ലെയറിൽ നടക്കുന്നു? എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ നടക്കുന്ന പ്രിപ്പറേഷൻ ലെയറിലാണോ, സെഷൻ ലെയറിലാണോ, ദെൻ സിങ്ക്രനൈസേഷൻ നടക്കുന്നത് ഏത് ലെയറാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ലെയറും 7 ലെയർ എടുക്കുമ്പോഴും ഓരോ ലെയറിലും ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫോർമാറ്റ് ഏതാണ്, ആ ലെയറിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തെങ്കിലും. ഇപ്പൊ നമ്മള് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ ലെയറിൽ ചെയ്യുന്നതായിരിക്കും. ഇനി പാക്കറ്റ് സ്വിച്ചിങ്ങും ഈ കാര്യങ്ങളൊക്കെ നെറ്റ്വർക്കിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ TCP ഈ ഒരു പ്രോട്ടോകോൾ, ട്രാൻസാക്ഷൻ പ്രോട്ടോകോൾ ഒക്കെ ട്രാൻസാക്ഷൻ ലെയറിൽ ചെയ്യുന്നതായിരിക്കും. സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എല്ലാം ഇവിടെ ചെയ്യുന്നതായിരിക്കും, സെഷൻ ലെയറിൽ ചെയ്യുന്നതായിരിക്കും. എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രസന്റേഷൻ, ഓരോ ലെയറിലും വരുന്ന ടെർമിനോളജി, ടെക്നിക്കൽ ടേമുകളാണ് നിങ്ങൾ ഒരു ടേബിൾ ആയിട്ട് പഠിക്കുന്നതാണ് എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. OSI മോഡൽ ബെറ്റർ, ഓരോന്നിലും ഫോർമാറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ രീതിയിൽ ജനുവരി 2026 ക്വസ്റ്റ്യൻ ചോദിച്ചതും ഈ ഒരു OSI മോഡൽ തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഇതൊക്കെ മെത്തേഡുകളാണ്. അത് റെഗുലർ ആയിട്ടുള്ള ഒരു PYQ ഏരിയ ആണ്. ദെൻ ക്ലാസ് ഫുൾ ആൻഡ് ക്ലാസ്ലെസ്, ഓരോ ക്ലാസ്സും ക്ലാസ് ABCD അതിന്റെ IP അഡ്രസ് എങ്ങനെയാണ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏതാണ്, എൻഡിങ് അഡ്രസ് ഏതാണ്, ഈ രീതിയിൽ ഒരു ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഈ ഓരോന്നിന്റെയും സബ്നെറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സബ്നെറ്റിന്റെ ഇക്വേഷൻ, ഈ രീതിയിൽ ഒരു ടേബിൾ ജസ്റ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്താൽ തന്നെ ക്ലാസ് ഡിയുടെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെ ഒരുപാട് സജഷൻസ് വരും. അപ്പൊ ചിലപ്പോൾ ചില ടേബിളുകൾ നിങ്ങൾക്ക് മർജ് ചെയ്തിട്ട് ഒരു വലിയ ടേബിൾ ആക്കാം. എന്നിട്ട് അതാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒന്നുണ്ടാകുന്നതാണ് പെട്ടെന്ന്. ക്രിപ്റ്റോഗ്രാഫിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താ പറയാ, നിങ്ങൾക്കറിയാം RSA ക്രിപ്റ്റോഗ്രാഫി ആണ് നമുക്ക് ചോദിക്കുന്നത്. RSA അതുപോലെ തന്നെ പ്രൈവറ്റ് കീ, പബ്ലിക് കീ എന്തിനാണ്, എൻക്രിപ്ഷൻ എന്താണ്, ഡീക്രിപ്ഷൻ എന്താണ്. ഇവിടെ നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യം പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, സൈഫർ ടെക്സ്റ്റ് ഉണ്ട്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം, കാരണം അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ പറയാ, നിങ്ങൾക്ക് കോഡ് ആയിരിക്കും തരിക. ഫോർ എക്സാമ്പിൾ ഓറഞ്ച് എന്നുള്ളതാണെങ്കിൽ അതിനുള്ള സൈഫറിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരുന്നു. അപ്പൊ ഓരോരോ ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള ഓരോരോ ലെറ്ററിനും അതിന്റെ പൊസിഷൻ ഉണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഞാനിപ്പോ സ്ട്രൈക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ഈ ഒരു ഏരിയയിൽ ലോജിക്, ബൂളിയൻ ആൽജിബ്ര, മാപ്പ് സിംപ്ലിഫിക്കേഷൻ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ജനറലി ഏരിയാസ് ആണ്. പക്ഷെ നമുക്ക് റീസെന്റ് ചോദിച്ചിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചോദിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലക്സർ തന്നെ, ഡിമൾട്ടിപ്ലക്സേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരുപാട് സിംഗിൾ ഒന്നിലൂടെ കടന്നു പോകുമ്പോൾ സിംഗിൾ ആയിട്ട് ഔട്ട്പുട്ട് n വരുവാണെങ്കിൽ 1:1 ഈ രീതി ഔട്ട്പുട്ട് വരും. ഈ രീതിയിൽ ഫിഗർ വൈസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിലും ബെറ്റർ ആണ്. ദെൻ ഡാറ്റ റെപ്രസെന്റേഷൻ, നമ്പർ കൺവേർഷൻസ് ആണ്. ബൈനറിയിൽ നിന്ന് ഒക്ടയിലേക്ക് മാറ്റുന്നത്, ദെൻ ഡെസിമലിലോട്ട് മാറ്റുന്നത്, ദെൻ ഹെക്സാഡെസിമലിലോട്ട് മാറ്റുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡാറ്റ റെപ്രസെന്റേഷൻ. ഏതിലോട്ട് ചോദിച്ചാലും നിങ്ങൾ ആപ്റ്റ് ആയിരിക്കണം കൺവേർഷൻ. ഓക്കെ, ദെൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻ. ഇവിടെ രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് എന്താണ്, ബസ്സസ് ഇതൊക്കെയാണ്. ദെൻ ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ സിലബസ് പോകുമ്പോൾ ഇതാണ് ഓരോ ഏരിയയിലെയും വരുന്ന പോർഷൻസ്.
then computer register, computer instruction cycle, memory registers, interrupt ചോദിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ് PIQ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ ഇത് തന്നെ വരുന്നതാണ്. അസംബ്ലി ലാംഗ്വേജസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിംഗ്, അഡ്രസ് സീക്വൻസിങ്, റിസ്ക് നോട്ട് ഡൗൺ ചെയ്യാണ്. ഇത് ചോദിക്കുന്ന ഏരിയ ആണ്. റിസ്കിന്റെ പ്രോപ്പർട്ടിയും സിസ്കിന്റെ പ്രോപ്പർട്ടിയും തന്നിട്ട് ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ാണ് ഈ ഒരു ഏരിയ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ പൈപ്പ് ലൈനിങ് നിന്ന് ഒബ്വിയസ്ലി യു ക്യാൻ എക്സ്പെക്ട് ന്യൂമറിക്കൽ. അത് വിത്ത് പൈപ്പ് ലൈനും വിതൗട്ട് പൈപ്പ് ലൈനിങ് ആൻഡ് നോൺ പൈപ്പ് ലൈനിങ്, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറ്. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, പ്രോബ്ലം ആണ് അവിടെ. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രയോറിറ്റി ഇന്ററപ്റ്റ് ആണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ പോർഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് എന്താ പറയാ രീതിയിലൊന്ന് ഓർത്ത് വെക്കാവുന്നുള്ളൂ. ബേസിക്കലി ഓരോ പോർഷനിലും നമ്മൾ ഓരോ യൂണിറ്റും നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നിങ്ങളെപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യുന്നതാണ്. പിന്നെ വൺസ് നിങ്ങൾ തിയറി ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ തിയറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ യൂണിറ്റ് ബേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അങ്ങനെ കളക്ട് ചെയ്യാനാണെങ്കിൽ ബെറ്റർ ആണ്. അതല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അപ്പൊ നിങ്ങൾ റിവിഷൻ ചെയ്ത സമയത്ത് മിനിമം നിങ്ങൾ ഈ തവണത്തെ എക്സാമിന് പോകുമ്പോൾ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും മിനിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതാണ് ബെറ്റർ വേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടൈമും ഇതുപോലെ ഇരിക്കും. വർക്ക് പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾക്ക് ടൈം ലിമിറ്റ്സ് ഉണ്ട്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അത് ബാക്കപ്പ് പഠിക്കുന്നതായിരിക്കും. സിൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മിനിമം ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എത്ര കൊടുക്കാം. എപ്പോഴും വരുന്ന പ്രശ്നം തന്നെ ലാസ്റ്റിൽ ചോദിക്കുന്നതാണ് കോംപ്രിഹെൻഷൻ. പക്ഷെ നമ്മൾ വിട്ടുപോയി ടൈം ഇല്ലാതെ കളയുന്നതും കോംപ്രിഹെൻഷൻ ആണ്. 2 കോംപ്രിഹെൻഷൻ ചോദിക്കാറുണ്ട്. ലാസ്റ്റിലെ കോംപ്രിഹെൻഷൻ ജനറലി ചോദിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഡിസ്ക് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ CPU ഷെഡ്യൂളിംഗ്. പക്ഷെ ടൈം ലിമിറ്റ് കൊണ്ട് നമ്മൾ വിട്ടുപോകുന്നതാണ്. ഒരു തവണ ചോദിച്ചത് AI-യിലെ ന്യൂറൽ നെറ്റ്വർക്സിൽ ഒരു പോർഷൻ ആയിരുന്നു. ANN ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഒരു പാസേജ് ആണ് തന്നത്. അപ്പൊ ഈ പാസേജുകളൊക്കെ നിങ്ങൾക്ക് ഈസിയാണ്, കാരണം അതിനുള്ളിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ ടൈം ലിമിറ്റ് കൊണ്ട് നമ്മൾ വിട്ടുപോകുന്നതാണ്. അപ്പം ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യാതെ പോകുന്നത് നിങ്ങൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കണം. ലാസ്റ്റില് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷൻ വരുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതിൽ 5 ക്വസ്റ്റ്യൻ വിട്ടുപോയാല് അത്രയും മാർക്കാണ് നമുക്ക് പോകുന്നത്. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ആണ്. ആ ഏരിയാസ് നിങ്ങൾ ഓർത്ത് വെക്കണം. AI-യിൽ വരുന്ന ഏരിയാസ് ആണ് നോളജ് റെപ്രസെന്റേഷൻസ്, ഡിഫറെന്റ് ഏജൻസ്, ഫസ്റ്റ് സെറ്റ് എന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ ജനറ്റിക് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു, സാമ്പിൾ എടുക്കുന്നത്, ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്. മിൻമാക്സ് സെർച്ച് ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലംസ് ആയിട്ട് ഇത് അങ്ങനെ ചോദിച്ചിട്ടില്ല, പ്രയർ ആയിട്ടാണ് ഈ ഒരു ഏരിയ ചോദിക്കുന്നത്. ഈ ഒരു ഇപ്പൊ നമ്മുടെ ഇത്രയും വരെയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ട്രെൻഡ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് മാച്ച് ദ ഫോളോയിങ് റെഗുലർ ചോദിക്കുന്ന പാറ്റേൺ ആണ്. ദെൻ ക്രോണോളജി ക്വസ്റ്റ്യൻ ആൻഡ് മൾട്ടി സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3 തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം പിന്നെ ചോദിക്കുന്ന PYQ ആണ്. PYQ സെൻസ് ഒരുപാട് ടൈം റിപ്പീറ്റഡ് PYQs വരെ ചോദിച്ചിട്ടുണ്ട്. പാസേജ് റീസണിങ് എന്ന് പറയുന്നത് റെയർ ആണ്. സിൻസ് നമ്മുടെ ലാസ്റ്റ് തൊട്ട് മുമ്പ് ടേമിൽ ചോദിച്ച് ഫുള്ളി മോർ ഓർ ഒരു 90% റീസണിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയുക സിനാരിയോ എപ്പോഴും വരാറില്ല. അത് ഒരു ഇത്ര പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ അസർട്ടീവ് റീസണിംഗ് ചോദിക്കാറുള്ളൂ. ബട്ട് സിൻസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈം ലിമിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ നിങ്ങൾക്കറിയാം സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്ക്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണം, PYQs വേണം, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കണം. സോ ഒരു 4th മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് 2 മാസം എക്സാം അടുപ്പിച്ചിട്ടുള്ള ഡിസംബറിൽ എക്സാം ആണെങ്കിൽ നവംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം ക്ലാസ് നടത്തുന്ന ഫസ്റ്റ് എക്സാം നമ്മുടെ ആയിരുന്നു. അപ്പൊ എപ്പോഴും എക്സാം UGC നെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റിലെ 3-മതോ 4-മതോ നമ്മുടെ എക്സാം വരുന്നതിന് ഇപ്പൊ ചെറുതായിട്ട് ഫസ്റ്റ് നമ്മൾ എക്സാം വരുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ സിനാരിയിൽ പേപ്പർ 1ന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളാണ് ഫസ്റ്റ് എഴുതുന്നത്. ചില കേസസിൽ നമ്മൾ സെക്കൻഡോ തേർഡ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാം ഫസ്റ്റിലെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. കാരണം ഏത് രീതിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളൊരു എക്സാം കഴിയുമ്പോൾ ഫസ്റ്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ വേറൊരു സബ്ജക്റ്റിന്റെ ആണെങ്കിൽ പേപ്പർ 1ന്റെ ഒരു ട്രെൻഡ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയയിലാണ് ചോദിക്കുന്നത് എന്നുള്ള. ദെൻ നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്സ് ആണ്.
ഒരു കൺസെപ്റ്റ് ചിലർ വായിച്ച് പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അതല്ല കുറച്ച് കൂടുതൽ ടൈം സ്റ്റഡി സെഷൻസ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി ഡിഫറെന്റ് ആയിരിക്കും ഓരോ ആൾക്കാരും. യെസ്, പേപ്പർ 1ലെയും നിങ്ങൾക്കറിയാം പേപ്പർ 1 ആണ് നിങ്ങളുടെ UGC-യിലേക്കാണോ JRF-ലേക്കാണോ എന്നുള്ള ഒരു UGC ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സ്കോറിംഗ് ആണ്. ഒരുപാട് ടെക്നിക്കൽ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ ഒരു JRF കുറച്ചും കൂടി നോക്കുന്ന ഒരാളെങ്കിൽ നിങ്ങൾ പേപ്പർ 2 മസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം. സോ പേപ്പർ 1 സ്കിപ്പ് ചെയ്യരുത്, ബട്ട് ബാലൻസ് ചെയ്യാൻ രണ്ടിനും വേണ്ടി ടൈം. ഒരു ഡേ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പേപ്പർ 1 നിങ്ങൾ ഒരു 30% ഓഫ് ഡേ കൊടുക്കുകയാണെങ്കിൽ മിനിമം 70% ഓഫ് ദി ഡേ പേപ്പർ 2. ഫൈൻ. ദെൻ നിങ്ങളുടെ ഡെയിലി പ്ലാൻസ് ആണ് ബേസിക്കലി നമ്മൾ പറയുന്നത് 7 to 8 hours പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരിക്കും. സോ നിങ്ങളുടെ അക്കോർഡിംഗ്ലി നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യാം. മോർ ടൈം യു ഗീവ് ഫോർ പേപ്പർ 2 and a parallel based half of the time you can give the paper 1, but revision also. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലും നിങ്ങൾ അടുത്തത് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് 10-15 മിനിറ്റിൽ തൊട്ട് മുമ്പ് പഠിച്ചത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. കാരണം തിയറി കോർ സബ്ജക്ട് പഠിച്ചിട്ട് 2-3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത പോലെ ഒരിക്കലും ആ സബ്ജക്ട് വരരുത്. ഓക്കെ, സോ ഫോക്കസിങ് ഹൈ ഫോക്കസിങ് എന്ന് പറയുന്നത് പേപ്പർ 1 ഈ ഒരു ഏരിയസ് ആണ്. സോ ഓവർ റീഡ് ചെയ്യാതെ, തിയറി ഒന്നും ഓവർ റീഡ് ചെയ്യാതെ PYQ ബേസിസിൽ നിങ്ങൾ അതിനെ പാരലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. Then how to study, up to you only, but our daily routine is like paper 1 2 hours and paper 2 നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഡേ 1-2 നിങ്ങൾ ഈ ഒരു ടോപ്പിക് നോക്കുന്നെങ്കിൽ അടുത്തത്. അപ്പൊ ഒരേ സബ്ജക്ട് തന്നെ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ആ ഒരു ഇത്. അപ്പൊ മാക്സിമം ഒരു 2 ദിവസം ഓരോ സബ്ജക്ട് എടുത്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുന്നതാണ് നല്ലത്. ഒരു MCQ നിങ്ങൾ എടുക്കുന്ന 1 hour MCQ ഡെയിലി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെയിലി നിങ്ങൾക്ക് ഒരു 1 hour MCQ എടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് അതിൽ തന്നെ നിങ്ങൾക്ക് തെറ്റാവുന്ന ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ കൺസെപ്റ്റ് ചെയ്തെടുക്കുന്ന തെറ്റിന്റെ ആണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എടുക്കുന്ന ആ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഏത് രീതിയിൽ നിങ്ങളെ നടത്തുന്നുണ്ടാവുന്ന മിസ്റ്റേക്ക് ആണോ. അപ്പം ഏതൊരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴും അതിൽ നിങ്ങൾക്ക് തെറ്റ് വരികയാണെങ്കിൽ ഇവിടെ തെറ്റി, എന്തുകൊണ്ട് തെറ്റി, മാക്സിമം ഒരു കാൽക്കുലേഷന് വേണ്ട സാധനങ്ങൾ അതിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് KB തമ്മിൽ സാധനം മെഗാബൈറ്റിൽ ഗിഗാബൈറ്റിലേക്ക് മാറ്റുമ്പോൾ ആ കൺവേർഷൻസ് മാറ്റർ ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിരിക്കും. നിങ്ങളിപ്പോ ഒരു ഡെയിലി സിറ്റ് ആൻഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മോർണിംഗ് നിങ്ങൾ പേപ്പർ എടുക്കുക. സോ ഹെവി സബ്ജക്ട് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ DBMS എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർനൂണിൽ കുറച്ചും കൂടി ന്യൂമറിക്കൽ നമ്മൾ ഒരു റിലാക്സ് ഒരു ടൈം ആയിരിക്കും ന്യൂമറിക്കൽസ് നോക്കാം. ഈവനിങ് ആണെങ്കിൽ പേപ്പർ 1 നോക്കും, പേപ്പർ 1ലെ ആക്ടിവിറ്റി. സോ നമ്മുടെ ഒരു സജഷൻ ആണ്. സോ അപ് ടു യു, അപ് ടു ദ പേഴ്സൺ വിൽ വാരി. സോ ദിസ് വിൽ ബി പ്രിവെന്റ് നിങ്ങൾ ഓവർ ടെൻഷൻ കുറച്ചിട്ട് മോർണിംഗ് ആണ് എപ്പോഴും നല്ല നല്ല കൺസെപ്റ്റ്, പുതിയ കോൺസെപ്റ്റുകളും ടോപ്പിക്കും പഠിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം. ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗോ വിത്ത് ന്യൂമറിക്കൽസ് വിത്ത് ദ PYQs. ഈവനിങ് പേപ്പർ 1 ആണ് ബെറ്റർ. കാരണം പേപ്പർ 1 ഓരോ മൊഡ്യൂളിനനുസരിച്ച് നിങ്ങളെ എന്താ പറയാ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ലൈറ്റ് പ്ലസ് പറയുന്നു. പേപ്പർ 2 മാത്രമല്ല PYQ വേണ്ടത്, പേപ്പർ 1 മസ്റ്റ് ആയിട്ട് യു ഫോളോ ഇറ്റ്. സോ ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ഈസ് ലൈക്ക് നമ്മൾ പേപ്പർ 1 ഇഗ്നോർ ചെയ്യും. ഞാൻ അടക്കമുള്ളവർ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കും ശരി പേപ്പർ 2 ആണ് നമുക്ക് മാർക്ക് കൂടുതൽ, പക്ഷെ അതല്ല. പേപ്പർ 1 ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ഒരുപാട് ടൈം തിയറിറ്റി കൊണ്ടുവരാതെ ശരി നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായി ഇതെന്നെ കൊണ്ട് ആകില്ല എന്നാണ് വരുന്നതെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യരുത്, നേരെ PYQ പോവാ. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താൽ തന്നെ ഒരുപാട് PYQ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നേരിട്ട് PYQs ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയിൽ കയറാൻ ഏരിയ ആണെങ്കിൽ PYQ നോക്കാം. അപ്പൊ ജനറലി PYQ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഒരു രീതിയിലുള്ള അനാലിസിസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്കായിരിക്കും. ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണെന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അതും ഫോളോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ല നിങ്ങൾ നോക്കേണ്ടത് ഓപ്ഷൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ നോക്കാത്ത സാധനങ്ങൾ ഓപ്ഷൻസിൽ നമ്മൾ പറയില്ല ലൈക്കല്ല ശരിക്കും നമ്മൾ നോക്കിയ സാധനങ്ങൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും. മേ ബി അത് കറക്റ്റ് ആവുന്ന സീനിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷൻസ് ഓൾസോ മാറ്റേഴ്സ്. അത് നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യണം. ലൈക്ക്
അക്കോർഡിംഗ് ടു ബെസ്റ്റ് ഇസ് ദാറ്റ് 3 ടൈം നിങ്ങൾ റിവൈസ് ചെയ്യാണ്, ഒരു ടൈം ഡീപ്ലി. സോ ബെസ്റ്റ് റിവൈസ് മോർ ദാൻ ലെസ് ടൈം ഓഫ് സ്റ്റഡി. എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുന്നോ ഞാൻ പറയുന്നു പേപ്പർ 2 നിങ്ങൾക്ക് നല്ല റാങ്ക് KRF ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കും. ബട്ട് UGC നെറ്റിന്റെ അല്ലെങ്കിൽ PhDയുടെ ബേസിക് ക്രൈറ്റീരിയ കട്ട് ഓഫ് ആണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പേപ്പർ 1 കൂടി ഹെൽപ്പ് ചെയ്യുവാണ് നിങ്ങളെ ആ ഒരു ക്രൈറ്റീരിയക്ക്. അതുകൊണ്ട് പേപ്പർ 1നെ കുറച്ച് നോക്കി പേപ്പർ 2 ഒരു ഹാഫ് ഓഫ് ദി ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഒരു PhD ഒരു UGC എന്നുള്ള ഒരു എന്താ പറയുക ഡ്രീമിൽ എത്താൻ പറ്റും. Since you are focusing on KRF, you must and focus on paper 2 nicely. അതാണ് നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ലാസ്റ്റിൽ എക്സാം ട്രൈ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയാ അനാലിസിസ് ആണ്. ഇത്തവണത്തെ KRF കട്ട് ഓഫ് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ പോവുകയാണെങ്കിൽ ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 180 to 190 ആണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. JRF ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജനറൽ ആണെങ്കിൽ 196, 190, 200 അങ്ങനെ ഒരു 200+ വരെ പോയിട്ടുള്ള ഒരു ഇതുണ്ട് നമുക്ക് ഹിസ്റ്ററി. ഇനി OBC ആണ് നിങ്ങൾ UGC നെറ്റ് നോക്കുന്നവരാണെങ്കിൽ OBCയുടെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 170 to 180. ജനറൽ ആയിട്ടുള്ള ഒരു UGC നെറ്റ് ആണ്. UGC നെറ്റ് ജനറൽ നോക്കുന്നതാണെങ്കിൽ എക്സ്പെക്ടിങ് 180 to 190. ഇത് നമ്മുടെ ഒരു എന്താ പറയുക അനാലിസിസ് ആണ്, എക്സാക്ട് ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു മോഡറേറ്റ് ഈസി ലെവൽ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടിങ് കട്ട് ഓഫ് വിൽ ബി ഹൈ. ഡിപെൻഡിങ് ഓൺ ദി കാറ്റഗറി കട്ട് ഓഫ് ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക UGC പേപ്പർ 2 നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഓവറോൾ ഐഡിയ വിത്ത് ഓരോ യൂണിറ്റിന്റെയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, ഏത് രീതിയിൽ നിങ്ങൾ അതിനെ പഠിക്കണം നമ്മൾ പറഞ്ഞു. സോ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നമ്മൾ ജൂൺ 2026, ദെൻ ജനുവരി 2026, ജൂൺ 2025 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതിന്റെ ഒരു അനാലിസിസ് ഇട്ടിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിന്റെയും നിങ്ങൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യേണ്ട ടോപ്പിക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് വേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് ലാസ്റ്റ് 2 മന്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു റിവിഷൻ പ്ലസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള PYQ ഫോക്കസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. So that's all for today's preparation sessions. Any queries or any questions? Thank you first of all. Thank you for joining this session. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. If any questions and queries, you can put in the comment section. And അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് രീതിയിലുള്ള ഏത് രീതിയിലുള്ള എന്താ പറയാ നമ്മുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് സപ്പോസ് ആയിട്ട് നിങ്ങൾക്ക് മെന്റലി ആൻഡ് നോട്ട് ആയിട്ടായാലും നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ PYQs സെഷൻസ് നമുക്കുണ്ട്. എല്ലാ വർഷത്തെയും ജാനുവരിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. പാരലലി വി ആർ ഹാവിംഗ് റെഗുലർ സെഷൻസ് ഓൾസോ വിത്ത് ഓൾ ദി കോഴ്സസ്. പിന്നെ നമ്മൾ PYQs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ IPLSൽ ജോയിൻ ചെയ്യാത്തവർ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ബെറ്റർ പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ. ബെറ്റർ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് PYQ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏത് രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന സജഷൻസ് കാര്യങ്ങൾ നമുക്ക് പറയാം. സോ നിങ്ങൾക്ക് സെഷൻസ് ഇന്നത്തെ യൂസ്ഫുൾ ആവട്ടെ. എല്ലാവരും അപ്കമിങ് സെഷനിൽ ഇനിയുള്ള ടൈം ഇതുവരെ നമുക്ക് പോയെങ്കിലും ഇനിയുള്ള ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. ബട്ട് സ്റ്റിൽ കീപ് ഓൺ ട്രൈയിങ്. എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിലെ പോയിട്ട് ക്രാക്ക് ചെയ്യണം എന്നുള്ള നമ്മുടെ എന്താ പറയുക ഒരു ഓഫ് ഒരു ലെക്കല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. I hope all you will be getting a better result in December 2026. Thank you all. Thank you so much for joining this session. If any queries and all, you can put it in the comment section. If it's okay, we wind up this session. Have a good day. Good night. Thank you so much.